ശാന്തി. ഇന്ന് 18/3/2025 प्रभात मुरली. बाबा कहते हैं, मीठे बच्चे, इस समय तुम्हारी यह जीवन बहुत बहुत अमूल्य है, क्योंकि तुम हद से निकल बेहद में आए हो. तुम जानते हो हम इस जगत का കല്യാൺ കർണേ വാലേ ഹേ. അപ്പോൾ ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ അമൂല്യമാണെന്ന് പറയാം ബാബ. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പരിധിയുള്ളതിൽ നിന്നും പരിധിയില്ലാത്തതിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ നമ്മൾക്കറിയാം, അതായത് ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾക്കറിയാം, നിങ്ങൾ ഈ ലോകത്തിൻ്റെ, ഈ വിശ്വത്തിൻ്റെ മുഴുവൻ കല്യാണം, അതായത് മംഗളം ചെയ്യുവാനുള്ളവരാണ് എന്നുള്ളതും നിങ്ങൾ കുട്ടികൾക്കറിയാമെന്ന് പറയാം ബാബ. ഈ ബാബ ചോദ്യം ചോദിക്കുകയാണ്, ബാപ്പ് കെ വർസേ കാ അധികാർ കിസ് പുരുഷാർത്ഥ സേ പ്രാപ്ത് ഹോത്താ ഹേ. അതായത് ബാബയുടെ സമ്പത്തിൻ്റെ അധികാരം ഏത് പുരുഷാർത്ഥത്തിലൂടെയാണ് പ്രാപ്തമാകുന്നത് എന്ന് ബാബ ചോദിക്കുക. ഏത് പുരുഷാർത്ഥം ചെയ്യുമ്പോഴാണ് നമുക്ക് ബാബയുടെ സമ്പത്തിൻ്റെ അധികാരം പ്രാപ്തമാകുന്നത്? ഉത്തർ, സദാ ബായി ബായി की दृष्टि रहे. स्त्री पुरुष का जो बान है
वह निकल जाए तब बाप के वर्षा का पूरा अधिकार प्राप्त हो. അപ്പം ബാബ പറയാണത് സദാ നിങ്ങൾ സഹോദര ദൃഷ്ടി വയ്ക്കൂ. അതുപോലെ സ്ത്രീ പുരുഷ്, അതായത് സ്ത്രീ പുരുഷൻ എന്ന ഭാവഭേദം ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് അപ്പോഴാണ്, അതായത് സ്ത്രീ പുരുഷൻ എന്നുള്ള ഭാവഭേദം മാറ്റുമ്പോഴാണ് നിങ്ങൾ ബാബയുടെ സമ്പത്തിന് പൂർണ്ണ അധികാരികളായിട്ട് മാറുള്ളൂ എന്ന് പറയാം ബാബ. परंतु स्त्री पुरुष का बान व यह दृष्टि निकलना बड़ा मुश्किल है. അപ്പം ബാബ തന്നെ പറയാണ്, പക്ഷേ ഈ സ്ത്രീ പുരുഷൻ എന്നുള്ള ആ ഭേദഭാവം മാറ്റുക, ആ ഒരു ദൃഷ്ടിഭാവം മാറ്റുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്, കുറച്ച് പരിശ്രമം തന്നെയാണെന്ന് പറയാ ബാബ. इसके लिए देही अभिमानी बनने का अभ्यास चाहिए. ഇതിനായിട്ട് നമ്മൾ ദേഹി അഭിമാനിയായി മാറുന്നതിൻ്റെ അഭ്യാസം തീർച്ചയായിട്ടും വേണമെന്ന് പറയാം. അപ്പോൾ ആത്മാഭിമാനിയായിട്ട് മാറുമ്പോൾ എന്താണ്, ആത്മരൂപത്തിൽ കാണുമ്പോൾ നമുക്ക് സ്ത്രീ പുരുഷൻ എന്നുള്ള ഭേദഭാവം എല്ലാം മാറും. അപ്പോൾ നമുക്ക് ആ ഒരു അഭ്യാസമാണ് നമ്മൾ ചെയ്യേണ്ടത്, അതായത് ദേഹി അഭിമാനിയായിട്ട് മാറുന്നതിൻ്റെ അഭ്യാസം. ജബ് ബാപ്പ് കെ ബച്ചെ ബനേങ്കെ തബ് വർഷ മിലേഗ. എപ്പോഴാണോ നമ്മൾ ബാബയുടെ കുട്ടിയായി മാറുന്നത് അപ്പോൾ നമുക്ക് സമ്പത്ത് ലഭിക്കുന്നു പറയാ ബാബ. ഏക് ബാപ്പ് കി യാദ് സേ സദോ പ്രധാൻ ബന്നെ വാലേ ഹി മുക്തി ജീവൻ മുക്തി കാ വർഷ പാത്തേ ഹേ. അപ്പം ബാബ പറയണത് ഒരേയൊരു ബാബയുടെ ഓർമ്മയിലൂടെ സദോ പ്രധാനമായി മാറുന്നവർ തന്നെയാണ് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് നേടുന്നത് എന്ന് പറയാം ബാബ. അപ്പോൾ ഒരേ ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സദോ പ്രധാനമായി മാറുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബാബയുടെ സമ്പത്താണല്ലോ മുക്തിയും ജീവൻ മുക്തിയും, അത് ലഭിക്കുമെന്ന് ബാബ പറയാം. ഗീത് ആക്കിർ വഹ് ദിൻ ആയ ആജ്. അവസാനം ആ ദിവസം ഇന്ന് വന്നെത്തി എന്ന് ബാബ പറയാം. ഓം ശാന്തി. बच्चे यह जानते हैं ओम माना अहम आत्मा मम शरीर. ബാബ പറയാണ്, കുട്ടികൾക്കറിയാം, അതായത് ഓം എന്നതിൻ്റെ അർത്ഥം എന്താണ്, ഞാൻ ആത്മാവ്, ഇത് എൻ്റെ ശരീരം. അങ്ങനെയാണല്ലോ, ഞാൻ എന്ന് പറയുന്നത് എന്താണ്, ആത്മാവ്, എൻ്റെ എന്ന് പറഞ്ഞാൽ അത് ശരീരം. अभी तुम इस ड्रामा को सृष्टि चक्र को और इस सृष्टि चक्र के जानने वाले बाप को जान गए हो, क्योंकि चक्र को जानने वाले को रजदा ही कहेंगे. അപ്പോൾ ബാബ പറയാണ്, ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ ഈ ഡ്രാമയെ, അതുപോലെ സൃഷ്ടിചക്രത്തെ, അതുപോലെ തന്നെ സൃഷ്ടിചക്രത്തെ അറിയുന്ന ആളായ ബാബയെയും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ല. ഇപ്പം നമുക്കറിയാം ഡ്രാമ, ബാബ നമുക്ക് മനസ്സിലാക്കി തന്നു കഴിഞ്ഞു എന്താണ് ഡ്രാമ. അതുപോലെ സൃഷ്ടിചക്രം, പിന്നെ സൃഷ്ടിചക്രം അറിയുന്ന ബാബയെയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ബാബ പറയണത്, ഈ സൃഷ്ടിചക്രത്തെ അറിയുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയാ, രചയിതാവ് എന്ന് പറയാം. അപ്പം ആ രചയിതാവിനെയും അറിഞ്ഞു കഴിഞ്ഞു, സൃഷ്ടിചക്രത്തെയും ഡ്രാമയെയും എല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു എന്ന് ബാബ പറയാം. രജത ഓർ രചനാക്കോ ഓർ കോയി ബി നെഹി ജാൻതേ ഹേ. വേറെ ആർക്കും തന്നെ ഈ രചയിതാവിനെയോ രചനയെയോ കുറിച്ച് അറിയില്ല എന്ന് ബാബ പറയാം. ബൽ പടേ ലിഖേ ബഡേ ബഡേ വിദ്വാൻ പണ്ഡിത് ആദി ഹേ. അതായത് ഒരുപാട് പഠിച്ചിട്ടുള്ളവർ, വിദ്വാൻമാരും പണ്ഡിതന്മാരും അങ്ങനെ വലിയ വലിയ ആളുകളെല്ലാം ഉണ്ട്. ഉനേം അപ്പന ഗമണ്ട് തോരത്താ ഹേന. അപ്പം അവർക്ക് അവരുടേതായ അഹങ്കാരവുമുണ്ട്. അതായത് വിദ്വാനാണ്, പണ്ഡിതനാണ്, എല്ലാം അറിയുന്നവരാണെന്നൊക്കെയുള്ള ഒരു അഹങ്കാരം അവർക്കുണ്ട് എന്ന് പറയാം ബാബ. പരന്തു ഉൻകോ യഹ് പത്താ നഹി ഹേ കഹ്തേ ബി ഹേ ജ്ഞാൻ ഭക്തി ഓർ വൈരാഗ്യം. പക്ഷെ ബാബ പറയുന്നത്, ഈ ജ്ഞാനം ഭക്തി വൈരാഗ്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഇത് എന്താണെന്നുള്ളത് ശരിയായിട്ട് അറിയില്ല എന്ന് പറയാം. അതായത് ഒരുപാട് പഠിച്ചിട്ടുള്ളവരാണ്, ഒരുപാട് അറിവും വിദ്യയും എല്ലാം ഉണ്ട്, അതായത് പണ്ഡിതന്മാരും വിദ്വാൻമാരൊക്കെ തന്നെയാണ്. പക്ഷെ ഈ ജ്ഞാനം ഭക്തി വൈരാഗ്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് ബാബ പറയാം.
अब यह 3 चीजों हो जाती है इनका भी अर्थ नहीं समझते हैं. അപ്പൊ ബാബ പറയുന്നത് ഈ 3 കാര്യങ്ങളുടെയും അർത്ഥം എന്താണ്, അതായത് ജ്ഞാനം, ഭക്തി, വൈരാഗ്യം, ഇതിന്റെ യഥാർത്ഥ രീതിയിലുള്ള അർത്ഥം എന്താണെന്നുള്ളത് അവർക്ക് അറിയുന്നില്ല എന്ന് പറയാ ബാബ. സന്യാസിയോം കോ വൈരാഗ്യ ആതാ ഹെ ഘർ സെ, അതായത് സന്യാസിമാർക്ക് വൈരാഗ്യം എവിടെ നിന്നാണ് വരിക? കുടുംബത്തിൽ നിന്നാണ് അല്ലെ. ആദ്യം അവര് കുടുംബം ഉപേക്ഷിച്ചിട്ടാണല്ലോ പോവുക. കുടുംബത്തിനോടാണ് അവർക്ക് ആദ്യം വൈരാഗ്യം വരിക. അപ്പോൾ കുടുംബം ഉപേക്ഷിച്ച് പോകും സന്യാസിമാര്. ഉനോം കോബി ഊഞ്ച് ഓർ നീച്ച് ഈർഷ്യ രഹത്തി ഹെ, ഈ സന്യാസിമാരിലും അതുപോലെ തന്നെ ബാബ പറയുന്നത് ഉയർന്നവൻ താഴ്ന്നവൻ എന്നുള്ള ആ ഒരു ഈർഷ്യ അവരിലും ഉണ്ട് എന്ന് പറയാ ബാബ. യഹ് ഊഞ്ച് കുൽക്കാ ഹേ, യഹ് മധ്യം കുൽക്കാ ഹേ, ഇസ് പർ ഉനോം കാ ബഹുത് ചൽത്താ ഹേ. അപ്പൊ ബാബ പറയുന്നത്, അതായത് സന്യാസിമാരുടെ ഇടയിലും അവർക്കും എന്താണുണ്ടത്, ഇന്നയാള് ഉയർന്ന കുലത്തിലേതാണ്, ഇന്നയാള് താഴ്ന്ന കുലത്തിലേതാണ് എന്നൊക്കെയുള്ള ആ ഒരു വ്യത്യാസം അവരിലും ഉണ്ട് എന്ന് പറയാ ബാബ. അവർക്കും ഉള്ളിലുണ്ട് അങ്ങനെ ഒരു തോന്നല്. അപ്പൊ ബാബ പറയണത് कुंभ के मेला में भी उनों का बहुत झगड़ा हो पड़ता है कि पहले किसकी सवारी चले. ഇപ്പൊ കുംഭമേളയിലാണെങ്കിൽ ഒരുപാട് സന്യാസിമാര് വരുമല്ലോ, വളരെ വലിയ പേരും പ്രശസ്തിയൊക്കെയുള്ള ഒരുപാട് സന്യാസിമാര് വരും. അപ്പൊ ബാബ പറയുന്നത് ഈ കുംഭമേളയിലും അവർ തമ്മിൽ പരസ്പരം വഴക്കിടാറുണ്ട്. അതായത് ആദ്യം ആരുടെ സവാരി നടക്കും എന്നതിനെ കുറിച്ച്, അതായത് ഞാൻ ആദ്യം ഞാൻ എന്നുള്ള ഭാവം അവർക്ക് വരികയാണ്. കാരണം ഞാൻ ഉയർന്ന കുലത്തിലേതാണ്, എൻ്റെ സവാരി ആയിരിക്കണം ആദ്യം. അങ്ങനെയുള്ള വഴക്കുകളെല്ലാം ഈ കുംഭമേളയിൽ നടക്കുന്നുണ്ട് എന്ന് ബാബ പറയാം. ഇസ് പർ ബഹുത് ലഡ്തേ ഹേ ഫിർ പുലീസ് ആക്കർ ചുടാത്തി ഹേ. ബാബ പറയുന്നത് ഈ ഒരു കാര്യത്തിൽ വളരെയധികം അവര് തമ്മിൽ വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. ആ സമയത്ത് പോലീസ് വന്നിട്ടാണ് അവരെയൊക്കെ വിടിവിക്കുന്നത് എന്ന് പറയാ ബാബ. തോ യഹ് ബി ദേഹ് അഭിമാൻ ഹുവാന. അപ്പൊ ഇതും എന്താണ്? ദേഹാഭിമാനമല്ലേ? അതായത് ഞാൻ എന്ന ഭാവം, എൻ്റെ ജാതി ഉയർന്നതാണ്, എൻ്റെ കുലം ഉയർന്നതാണ്, ആ ഭാവങ്ങളൊക്കെ ഏതിൽ വരുന്നതാണ്? ദേഹാഭിമാനത്തിൽ വരുന്നതാണല്ലോ. അതാ ബാബ പറയുന്നത് ഇതും ദേഹാഭിമാനമല്ലേ. ദുനിയാമേ ജോ ബി മനുഷ്യ മാത്ര ഹേ സബ് ഹേ ദേഹ് അഭിമാനി. അപ്പൊ ബാബ പറയുന്നത് ഈ ലോകത്തില് എത്രയെല്ലാം മനുഷ്യരുണ്ടോ അവരെല്ലാം ദേഹ അഭിമാനികളാണ് എന്ന് പറയാ ബാബ. തുംകോ തോ അബ് ദേഹി അഭിമാനി ബന്നാ ഹേ. നിങ്ങൾക്കിപ്പോൾ എന്തായിട്ട് മാറണം? ദേഹി അഭിമാനിയായിട്ട് മാറേണ്ടതാണ്, അല്ലെങ്കിൽ മാറേണ്ടതുണ്ട് എന്ന് ബാബ പറയാ. ബാബ കഹത്തെ ഹേ ദേഹ് അഭിമാൻ ചോടോ അപ്പനേക്കോ ആത്മാ സമജോ. അപ്പൊ ബാബ എന്താ പറയുന്നത് കുട്ടികളോട്? അതായത് ദേഹ അഭിമാനം നിങ്ങൾ ഉപേക്ഷിക്കൂ, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ആത്മാ ഹി പതീത് ബനി ഹേ ഉസ്മേം ഖാദ് പടി ഹേ. ആത്മാവ് തന്നെയാണ് പതീതമായിട്ട് മാറിയിരിക്കുന്നത്. ബാബ പറയാണ് ആത്മാ ഹി പതീത് ബനി ഹേ. ആത്മാവ് തന്നെയാണ് പതീതമായിട്ടിരിക്കുന്നത്, ആത്മാവിൽ തന്നെയാണ് കറ പിടിച്ചിരിക്കുന്നത് എന്ന് പറയാ ബാബ. ആത്മാ ഹി സദോ പ്രധാൻ തമോ പ്രധാൻ ബൻതി ഹേ. ആത്മാവ് തന്നെയാണ് സദോ പ്രധാനമായിട്ട് മാറുന്നതും പിന്നീട് തമോ പ്രധാനമായിട്ട് മാറുന്നതൊക്കെ ആരാണ്? ആത്മാവ് തന്നെയാണെന്ന് പറയാ ബാബ. ജൈസി ആത്മാ വൈസ ശരീർ മിൽത്താ ഹേ. എങ്ങനെയാണോ ആത്മാവ് അതുപോലെയാണ് ശരീരവും ലഭിക്കുക എന്ന് പറയാ ബാബ. ശ്രീകൃഷ്ണ കി ആത്മാ സുന്ദർ ഹേ തോ ശരീർ ബി ബഹുത് സുന്ദർ ഹോത്താ ഹേ. ബാബ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയാണ്. അതായത് ശ്രീകൃഷ്ണന്റെ ആത്മാവെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ സദോ പ്രധാനാണ്, വളരെ സുന്ദരമാണ്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ ശരീരവും വളരെ സുന്ദരമാണെന്ന് പറയാ ബാബ. ഉൻകെ ശരീർ മേ ബഹുത് കശിഷ് ഹോത്തി ഹേ. അതായത് ബാബ പറയാണ് ശ്രീകൃഷ്ണന്റെ ശരീരം വളരെയധികം ആകർഷണീയമാണ് എന്ന് പറയാ ബാബ. പവിത്ര ആത്മാ ഹി കശിഷ് കർത്തേ ഹേ. ബാബ പറയുന്നത് ഈ പവിത്ര ആത്മാക്കളുണ്ടല്ലോ അവര് എല്ലാവരെയും ആകർഷിക്കും. കാരണം അവരുടെ പവിത്രത കൊണ്ട്. ആത്മാവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണല്ലോ പവിത്രത എന്ന് പറയുന്നത്. ആ പവിത്രത എല്ലാവരെയും ആകർഷിക്കും എന്ന് പറയാ ബാബ. ലക്ഷ്മി നാരായൺ की इतनी महिमा नहीं है जैसे श्री कृष्ण की है क्योंकि श्री कृष्ण तो पवित्र छोटा बच्चा है. ബാബ പറയാണ്
ലക്ഷ്മി നാരായണന് പോലും ഇത്രയ്ക്കധികം മഹിമയില്ല എത്രത്തോളം ശ്രീകൃഷ്ണനുണ്ടോ. അതായത് ശ്രീകൃഷ്ണന് ഉള്ള മഹിമയുണ്ടല്ലോ അത്രയ്ക്ക് ലക്ഷ്മി നാരായണൻ ഇല്ല എന്ന് പറയാ ബാബ. എന്തുകൊണ്ടാണ്? ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് പവിത്രമായ ചെറിയ കുട്ടിയാണ് എന്ന് പറയാ ബാബ. യഹാംബി കഹത്തെ ഹേ ചോട്ടാ ബച്ച ഓർ മഹാത്മാ ഏക് സമാൻ ഹേ. ഇവിടെയും അങ്ങനെയാണല്ലോ, ലോകത്തിലും അങ്ങനെയാണല്ലോ പറയാ, കുട്ടികളും മഹാത്മാക്കളും ഒരേപോലെയാണെന്ന് പറയും. മഹാത്മായേം തോ ഫിർ ബി ജീവൻ കാ അനുഭവ് കർ ഫിർ വികാരവും കോ ചോടത്തെ ഹേ. മഹാത്മാക്കള് ആദ്യം ജീവിതത്തിന്റെ അനുഭവങ്ങളെല്ലാം ചെയ്യും, പിന്നീടാണ് അവര് എന്ത് ചെയ്യുന്നത്? വികാരങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നതെന്ന് പറയാ ബാബ. ഗൃണ അതിഹി, അവർക്ക് ആ വികാരത്തോടൊക്കെ വളരെയധികം വെറുപ്പുണ്ടാകുന്നു എന്ന് പറയാം. അത് ജീവിതം അവർ കുറെ അനുഭവിച്ചതിന് ശേഷമാണ് വരുന്നത്. ബച്ചാത്തോഹേ ഹി പവിത്ര. പക്ഷെ കുട്ടികളാണെങ്കിലോ അവര് പവിത്രം തന്നെയാണ്, സദാ പവിത്രമാണ് അവർ. ഉൻകോ ഊഞ്ച് മഹാത്മാ സമജത്തേഹേ. അവരെ കുട്ടികളെന്താ പറയണ? വളരെ ഉയർന്ന മഹാത്മാക്കൾ എന്നാണ് അവരെ മനസ്സിലാക്കുന്നത് കുട്ടികളെ. तो बाप ने समझाया है यह निवृत्ति मार्ग वाले സന്യാസി ബി കുച്ച് ദമാത്തെ ഹെ. ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരാണ്, ഈ നിവൃത്തി മാർഗത്തിലുള്ള സന്യാസിമാരും ഈ ഭാരതത്തെ കുറെ രക്ഷിക്കുന്നുണ്ട്, അതായത് തടയുന്നുണ്ട്. ഇതിൽ നിന്നും ഭാരതം അല്ലെങ്കിൽ അത്രയും അപവിത്രമായി താഴെ, അത്രയും മോശമായ രീതിയിൽ താഴെ വീണു പോകുന്നതിൽ നിന്നും ഈ പവിത്രത, അതായത് സന്യാസിമാരുടെ ഈ പവിത്രത കുറേയൊക്കെ തടയുന്നുണ്ട് എന്ന് പറയാ ബാബ. ജൈസെ മക്കാൻ ആദാ പുരാന ഹോത്താ ഹേ തോ ഫിർ മർമത്ത് കി ജാതി ഹേ. അതായത് എങ്ങനെയാണോ ഒരു കെട്ടിടം പകുതി ഇങ്ങനെ പഴയതാകുമ്പോൾ പിന്നെ അതും അറ്റകുറ്റപ്പണികളെല്ലാം നടക്കും അല്ലേ, അതുപോലെ തന്നെ ബാബ പറയാണ്, അതായത് മരാമത്ത് പണി എന്നൊക്കെ പറയില്ലേ, അത് നടക്കും. അതുപോലെ തന്നെ ഈ സന്യാസിമാരും ചില മരാമത്ത് പണികൾ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. കാരണം അവരുടെ പവിത്രത കൊണ്ട് അത് വളരെ മോശമാകുന്നതിൽ നിന്നും ഈ സന്യാസിമാരുടെ പവിത്രതയാണ് ഭാരതത്തെ രക്ഷിക്കുന്നത്. സന്യാസി ബി മർമത്ത് കർത്തേ ഹേ പവിത്ര ഹോനെ സേ ഭാരത് ഥമാ രഹതാ ഹേ. അതായത് ബാബ പറയാണ്, സന്യാസിമാരും ഈ മരാമത്ത് പണികൾ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? ഇവർ പവിത്രമായിരിക്കുന്നതിലൂടെ ഭാരതത്തെ തടയുന്നുണ്ട് എന്ന് പറയാ ബാബ. ഭാരത് ജൈസ പവിത്ര ഓർ ധൻവാൻ ഗണ്ട് ഓർ കോയി ഹോ നഹി സക്ത. അതായത് ബാബ പറയാണ്, ഭാരതം പോലെ പവിത്രം അതുപോലെ തന്നെ സമ്പത്തുമുള്ള വേറെ ഒരു ഗണ്ഡവും ഇല്ല എന്ന് പറയാ ബാബ. അബ് ബാപ്പ് തുംകോ രജത ഓർ രചന കെ ആദി മധ്യ അന്ത് കി സ്മൃതി ദിലാത്തെ ഹേ ക്യോംകി യഹ് ബാപ്പ് ബി ഹേ ടീച്ചർ ബി ഹേ ഗുരു ബി ഹേ. ബാബ പറയാണ്, അതായത് ഇപ്പൊ ബാബ നമുക്ക് രചനയുടെയും അതുപോലെ രചയിതാവിൻ്റെയും എല്ലാം ആദി മധ്യ അന്ത്യം എല്ലാം നമ്മൾക്ക് സ്മൃതി ഉണർത്തി തരാണ് ബാബ. എന്തുകൊണ്ടെന്നാൽ ബാബ അച്ഛനുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. ഗീതാമേം ശ്രീകൃഷ്ണ ഭഗവാൻ ഉവാച ലിഖ് ദിയാ ഹേ. ഗീതയിലാണെങ്കിലോ ശ്രീകൃഷ്ണ ഭഗവാൻ ഉവാച എന്ന് എഴുതിയിട്ടുണ്ട്. ഉൻകോ കബി ബാബ കഹേങ്കെ ക്യാ അഥവാ പതീത് പാവൻ കഹേങ്കെ ക്യാ. ബാബ പറയാണ്, ഈ ശ്രീകൃഷ്ണനെ അച്ഛൻ എന്ന് പറയോ, പിതാവെന്ന് പറയോ, അഥവാ അല്ലെങ്കിൽ പതീത പാവനൻ എന്ന് പറയുമോ? जब मनुष्य पतित पावन कहते हैं तो श्री कृष्ण को याद नहीं करते, वह तो भगवान को याद करते हैं. അപ്പൊ ബാബ പറയുന്നത്, എപ്പോ മനുഷ്യര് ഇത് പതീത പാവനൻ എന്ന് പറയുന്നുവോ അപ്പോൾ അവര് ശ്രീകൃഷ്ണനെ ഓർക്കുന്നില്ല എന്ന് പറയാ ബാബ. അവർ ഭഗവാനെയാണ് ഓർക്കുന്നത്. ഫിർ കഹ്ദേത്തെ ഹേ പതീത പാവൻ സീതാറാം രഘുപതി രാഘവ് രാജാറാം. പിന്നെ ഇങ്ങനെയും പറയും, പതീത പാവന സീതാറാം രഘുപതി രാഘവ രാജാറാം എന്നും പറയുന്നു പറയാ ബാബ. കിത്തന മൂജാര ഹേ. ബാബയുടെ എത്ര കൺഫ്യൂഷൻ ആണ് വരുന്നത് എന്ന് പറയാ ബാബ. बाप कहते हैं मैं तुम बच्चों को आकर यथार्थ रीति सभी വേദോ ശാസ്ത്രവും ആദി കാ സാർ ബത്താതാ ഹൂം. ബാബ കുട്ടികളോട് പറയാണ്, ഞാൻ വന്നിട്ടാണ് നിങ്ങൾ കുട്ടികൾക്ക് യഥാർത്ഥ രീതിയിൽ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം പറഞ്ഞു തരുന്നത്. പഹലി പഹലി മുഖ്യ ബാത്ത് സമജാത്താ ഹേ കി
तुम अपने को आत्मा समझो और बाप को याद करो तो तुम पावन बनेंगे. അപ്പോൾ ബാബ ആദ്യം ബാബ നമുക്ക് മനസ്സിലാക്കി തരുന്ന മുഖ്യ കാര്യമാണ് നിങ്ങൾ സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാവനമായി മാറും. ഇതാണ് ബാബ നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്ന മുഖ്യമായ കാര്യമെന്ന് ബാബ പറയാം. തും ഹോ ബായി ബായി ഫിർ ബ്രഹ്മ കി സന്താൻ കുമാർ കുമാരിയാം തോ ബായി ബഹൻ ഹോ ഗയേ. ബാബ പറയാണ്, നിങ്ങൾ കുട്ടികൾ പരസ്പരം സഹോദര സഹോദരന്മാരാണ്. പിന്നീട് പ്രജാപിതാവിൻ്റെ കുട്ടികളായിട്ട് വരുമ്പോഴാണ് എന്തായി മാറുന്നത്? സഹോദരനും സഹോദരിയുമായിട്ട് മാറുന്നത് എന്ന് ബാബ പറയാം. യഹ് ബുദ്ധിമേം യാദ് രഹേ. ഈ ഒരു കാര്യം നിങ്ങൾ ബുദ്ധിയിൽ വെക്കണമെന്ന് പറയാ ബാബ. അസൂൽമേം ആത്മായേം ബായി ബായി ഹേ ഫിർ യഹാം ശരീർ മേം ആനേ സേ ബായി ബഹൻ ഹോ ജാത്തെ ഹേ. ബാബ പറയുന്നത് യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ, അതായത് യഥാർത്ഥത്തിൽ ആത്മാക്കൾ എന്താണ്? സഹോദര സഹോദരരാണ്. പക്ഷേ ഇവിടെ ഈ ശരീരത്തിൽ വരുന്നതിന് ശേഷം എന്താ പറയാ? സഹോദരൻ സഹോദരി എന്ന് പറയാ ബാബ. ഇത്തിനി ബി ബുദ്ധി നെഹി ഹേ സമജനേക്ക്. ഇതുപോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ല എന്ന് ബാബ പറയാ. വഹ് ഹം ആത്മായേം ക ഫാദർ ഹേ തോ ഹം ബ്രദേഴ്സ് ടഹരേന. അപ്പൊ ബാബ പറയാണ്, ബാബ നമ്മൾ ആത്മാക്കളുടെ എല്ലാം അച്ഛനാണെങ്കിൽ നമ്മൾ ആരാണ്? ബ്രദേഴ്സ് അല്ലേ എന്ന് ചോദിക്കുക ബാബ. ഫിർ സർവവ്യാപി കൈസേ കഹത്തെ ഹേ. പിന്നീട് ബാബയെ സർവവ്യാപി എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? വർസാത്തോ ബച്ചേക്കോ ഹി മിലേഗ ഫാദർക്കോ തോ നെഹി മിൽത്ത. ബാബ പറയുന്നത്, അതായത് സമ്പത്ത് കുട്ടികൾക്ക് തന്നെയാണ് ലഭിക്കുക, അല്ലാതെ അച്ഛനല്ല ലഭിക്കുക എന്ന് പറയാ ബാബ. ബാപ്പ് സേ ബച്ചേക്കോ വർഷ മിൽത്താ ഹെ. അതായത് ബാബയിൽ നിന്ന്, അതായത് അച്ഛനിൽ നിന്നാണ് കുട്ടികൾക്ക് സമ്പത്ത് ലഭിക്കുന്നത്. ബ്രഹ്മാബി ശിവബാബ കാ ബച്ച ഹേന ഇൻകോ ബി വർഷ ഉൻസെ മിൽത്താ ഹെ. ബാബ പറയാണ്, ബ്രഹ്മാവും, അതായത് ബ്രഹ്മബാബയും ശിവബാബയുടെ കുട്ടി തന്നെയല്ലേ. അപ്പൊ ബ്രഹ്മബാബയ്ക്കും ശിവബാബയിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. തും ഹോ ജാത്തെ പോത്രേ പോത്രിയാം. നിങ്ങൾ പേരക്കുട്ടികളാണ് എന്ന് ബാബ പറയാ. തും കോബി ഹക്ക് ഹേ. നിങ്ങൾക്കും അവകാശമുണ്ട് സമ്പത്തിന്. തോ ആത്മാ കെ രൂപ് മേം സബ് ബച്ചേ ഹോ ഫിർ ശരീർ മേം ആത്തേ ഹോ തോ ബായി ബഹൻ കഹത്തെ ഹോ. അതായത് ആത്മരൂപത്തിൽ നമ്മളെല്ലാവരും കുട്ടികളാണ്. പിന്നീട് ശരീരത്തിലേക്ക് വരുമ്പോഴാണ് സഹോദരി സഹോദരനായിട്ട് മാറുന്നതെന്ന് ബാബ പറയാം. ഓർ കോയി നാഥ നഹി. വേറെ യാതൊരു ബന്ധവുമില്ല എന്ന് പറയാ ബാബ. സദാ ബായി ബായിക്ക് ദൃഷ്ടി രഹേ സ്ത്രീ പുരുഷ കാ ബാൻ ബി നിക്കൽ ജായേ. ബാബ പറയുന്നത്, സദാ നിങ്ങൾ സഹോദര സഹോദര ദൃഷ്ടി വെക്കണം. അതുപോലെ സ്ത്രീ പുരുഷൻ എന്നുള്ള ഭാവഭേദവും കളയണമെന്ന് പറയാ ബാബ. ജബ് മേൽ ഫിമേൽ ദോനോം ഹി കഹത്തെ ഹോ ഓ ഗോഡ് ഫാദർ തോ ബായി ബഹൻ ഹുവാന. അതായത് എപ്പോഴാണോ സ്ത്രീയും പുരുഷനും അവരൊരുമിച്ച്, അതായത് ഓ ഗോഡ് ഫാദർ എന്ന് പറയുന്നത്, അപ്പോൾ ആ സ്ത്രീയും പുരുഷനും ആരായി മാറി? സഹോദരി സഹോദരനല്ലേ. രണ്ടു പേരും വിളിക്കുന്നത് ഒരേ ഒരു അച്ഛന്. അപ്പോൾ ആ സ്ത്രീ പുരുഷൻ ആരായി മാറി? സഹോദരിയും സഹോദരനുമല്ലേ എന്ന് ബാബ ചോദിക്കുക. ബായി ബഹൻ തബ് ഹോത്തേ ഹേ ജബ് ബാപ്പ് സംഗം പറാക്കർ രചന രചിത്തേ ഹേ. അതായത് എപ്പോഴാണോ ബാബ ഈ സംഗമത്തിൽ വന്നിട്ട് രചന രചിക്കുന്നത്, അപ്പോഴാണ് ആരായി മാറുന്നത്? നമ്മൾ സഹോദരനും സഹോദരിയും അല്ലേ. അതായത് ശിവബാബ ബ്രഹ്മബാബയിലൂടെയാണ് നമ്മൾ കുട്ടികളെ ദത്തെടുക്കുന്നത്. അപ്പം നമ്മൾ അവിടെ ആരായി മാറി? സഹോദരനും സഹോദരിയുമായി മാറി. പരന്തോ സ്ത്രീ പുരുഷയ്ക്ക് ദൃഷ്ടി ബടാ മുഷ്കിൽ നിക്കൽത്തി ഹേ. ബാബ പറയുന്നത്, പക്ഷേ ഈ സ്ത്രീ പുരുഷൻ എന്നുള്ള ദൃഷ്ടി കളയാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണെന്ന് പറയാ ബാബ. ബാപ്പ് കഹത്തെ ഹേ തുംകോ ദേഹി അഭിമാനി ബന്നാ ഹേ. ബാബ എന്താ പറയുന്നത് കുട്ടികളോട്? നിങ്ങൾ കുട്ടികൾക്ക് ദേഹി അഭിമാനിയായി മാറണം. ബാപ്പ് കെ ബച്ചെ ബനേങ്കെ തബ് ഹി വർഷ മിലേഗ. അതായത് ബാബയുടെ കുട്ടിയായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും സമ്പത്ത് ലഭിക്കും. മാമേകം യാദ് കരോ തോ സദോ പ്രധാൻ ബനേങ്കെ.
ബാബ പറയാണ്, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ, എന്നെ മാത്രം ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സദോ പ്രധാനമായി മാറും. സദോ പ്രധാൻ ബന്നെ ബിഗർ തും വാപ്പസ് മുക്തി ജീവൻ മുക്തി മേം ജാ നഹി സകേംഗെ. അപ്പം ബാബ പറയുന്നത്, നിങ്ങൾ സദോ പ്രധാനമായി മാറാതെ നിങ്ങൾ കുട്ടികൾക്ക് തിരിച്ച് മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും പോകുക സാധ്യമല്ല എന്ന് ബാബ പറയാം. യഹ് യുക്തി സന്യാസി ആദി കബി നഹി ബത്തായെങ്കിൽ. ഈ യുക്തി സന്യാസിമാർക്കൊന്നും അവരൊരിക്കലും പറയില്ല ഈ യുക്തി. വഹ് ഏസെ കബി കഹേംഗെ നഹി കി അപ്നെ കോ ആത്മാ സമജ് ബാപ്പ് കോ യാദ് കരോ. അതുപോലെ സന്യാസിമാര് ഇങ്ങനെ ഒരിക്കലും പറയില്ല, അതായത് സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കൂ, ബാബയെ ഓർമ്മിക്കൂ എന്ന് സന്യാസിമാർക്കൊന്നും പറയാൻ കഴിയില്ല. അത് ഒരേ ഒരു ശിവബാബയ്ക്ക് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ബാബു കോ കഹാ ജാതാ ഹെ പരംപിത പരമാത്മാ സുപ്രീം. ബാബയെയാണ് പറയുന്നത് പരംപിത പരമാത്മാവ് എന്ന്, അതായത് സുപ്രീമാണ് ബാബ. ആത്മാ തോ സബ്കോ കഹാ ജാതാ ഹെ പരന്തു ഉൻകോ പരമാത്മാ കഹാ ജാതാ ഹെ. അതായത് ബാക്കി എല്ലാവരെയും എന്താ പറയാ, ആത്മാക്കൾ എന്നാ പറയാ. പക്ഷെ ബാബയെ എന്താ പറയാ, പരമാത്മാവ് എന്ന് പറയുന്നു. വഹ് ബാപ്പ് കഹത്തെ ഹെ ബച്ചോം മേ ആയാ ഹൂം തും ബച്ചോം കെ പാസ്. ആ ബാബ തന്നെയാണ് പറയുന്നത്, കുട്ടികളെ ഞാൻ വന്നിരിക്കുന്നു നിങ്ങൾ കുട്ടികളുടെ അടുത്തേക്ക്. ഹംകോ ബോൽനെ കെ ലിയേ മുഖ് തോ ചാഹിയേന. അപ്പം ബാബ പറയാണ്, എനിക്ക് സംസാരിക്കാനായിട്ട് ഒരു മുഖം ആവശ്യമുണ്ടല്ലോ. ആജ്കൽ ദേക്കോ ജഹാം തഹാം ഗൗമുഖ് ജരൂർ രഖ്തേ ഹെ. ബാബ പറയുന്നത്, ഇന്ന് നിങ്ങൾ നോക്കൂ, എവിടെയൊക്കെ ഈ ഗോമുഖങ്ങൾ വെച്ചിട്ടുണ്ട്. ഫിർ കഹത്തെ ഹെ ഗൗമുഖ് സെ അമൃത് നിക്കൽത്താ ഹെ. പിന്നീട് പറയും, അതായത് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഗോമുഖമൊക്കെ കൊണ്ടുവയ്ക്കും. പിന്നീട് എന്താ പറയാ, ഗോമുഖത്തിൽ നിന്നും അമൃത് ഒഴുകുന്നു എന്ന് പറയും. വാസ്തവമേം അമൃത് തോ കഹാ ജാതാ ഹെ ജ്ഞാൻ കോ. ബാബ പറയുന്നത്, വാസ്തവത്തിൽ അമൃത് എന്ന് പറയുന്നത് എന്തിനെയാണ്, ഈ ജ്ഞാനത്തെയാണ് അമൃത് എന്ന് പറയുന്നതെന്ന് പറയാ ബാബ. ജ്ഞാൻ അമൃത് മുഖ് സേ ഹി നിക്കൽത്താ ഹെ. ബാബ പറയുന്നത്, ഈ ജ്ഞാന അമൃത് എന്ന് പറയുന്നത് ഈ ഗോമുഖത്തിലൂടെ ഒന്നല്ല ഒഴുകുന്നത്, അതായത് അത് മുഖത്തിലൂടെ തന്നെയാണ് വരുന്നതെന്ന് പറയാ ബാബ. പാനി കി തോ ഇസ്മേ ബാത്ത് നഹി. അതായത് അല്ലാതെ ഇതിൽ വെള്ളത്തിന്റെ കാര്യമൊന്നുമില്ല എന്ന് ബാബ പറയാം. യഹ് ഗൗമാതാ ബി ഹെ. അതായത് ബ്രഹ്മ ബാബ എന്ന് പറയുന്നത് ഗോമാതാവ് കൂടെയാണ് എന്ന് പറയാ ബാബ. ബാബ ഇൻമേം പ്രവേശ് ഹുവാ ഹെ. ബാപ്നെ ഇൻ ദ്വാര തുംകോ അപ്നാ ബനായാ ഹെ. ഇൻസെ ജ്ഞാൻ നിക്കൽത്താ ഹെ. ബാബ പറയുന്നത്, ശിവബാബ ഈ ബ്രഹ്മബാബയിലാണ് പ്രവേശിക്കുന്നത്. ശിവബാബ ബ്രഹ്മബാബയിൽ പ്രവേശിച്ചിട്ട് ബ്രഹ്മബാബയിലൂടെയാണ് നമ്മൾ കുട്ടികളെ ബാബയുടേതാക്കി മാറ്റുന്നത്. അപ്പോൾ ബ്രഹ്മബാബ അവിടെ ആരായി മാറി, മാതാവായി മാറിയില്ലേ, അതാണ് ബാബ പറയുന്നത്. എന്നിട്ട് ആ ബ്രഹ്മബാബയുടെ മുഖത്തിലൂടെയാണ് ശിവബാബ ജ്ഞാനം, അതായത് ജ്ഞാനാമൃതം ഒഴുക്കുന്നത്. ഉനോനെ തോ पत्थर का बनाकर उसमें मुग बना दिया है जहां से पानी निकलता है. ബാബ പറയുന്നത്, പക്ഷേ ഈ ഭക്തി മാർഗത്തിൽ എങ്ങനെയാണ്, ഈ കല്ലുകളിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുമല്ലോ, അവിടെ ഈ ഗോമുഖം കൊണ്ടുവയ്ക്കും. എന്നിട്ട് അതിലൂടെ ഇങ്ങനെ വെള്ളം വരുന്നതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. അപ്പം അത് ഭക്തി മാർഗത്തിലാണെന്ന് പറയാ ബാബ. വഹത്തോ ഭക്തി ക രസം ഹോ ഗയന. അതായത് ഭക്തിയുടെ രീതിയാണതെന്ന് പറയാ ബാബ. യഥാർത്ഥ ബാത്തേ തും ജാൻതേ ഹോ. യഥാർത്ഥത്തിൽ, അതായത് സത്യമായ കാര്യം നിങ്ങൾ കുട്ടികൾക്ക് അറിയാമെന്ന് ബാബ പറയാം. ഭീഷ്മ പിതാമഹ് ആദിക്കോ തും കുമാരിയോംനെ ബാൺ ലഗായേ ഹേ. ബാബ പറയുന്നത്, ഭീഷ്മ പിതാമഹനും നിങ്ങൾ കുമാരിമാരിലൂടെയാണ് ബാണം എഴുതിയിരിക്കുന്നത് എന്ന് പറയാ ബാബ. അതായത് വലിയ വലിയ പണ്ഡിതന്മാർക്കൊക്കെ ജ്ഞാനം കുമാരിമാരാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് അവിടെ ബാബ ഭീഷ്മ പിതാമഹൻ എന്ന് പറയുന്നത്. ഇത് ഭീഷ്മ പിതാമഹൻ ഉദ്ദേശിക്കുന്നത് നല്ല വലിയ വലിയ പൊസിഷനിലിരിക്കുന്നവരെയൊക്കെയാണ്, വിദ്വാൻമാരും പണ്ഡിതന്മാരും അങ്ങനെ ഉയർന്ന പൊസിഷനിലിരിക്കുന്നവരെയാണ്. അപ്പം അവർക്കൊക്കെ ഈ സത്യമായ ജ്ഞാനം ആരാണ് കൊടുത്തിട്ടുള്ളത്, കുമാരിമാരാണ് കൊടുത്തിട്ടുള്ളത്. ബാബയിലൂടെ ജ്ഞാനം പ്രാപ്തമാക്കിയ കുമാരിമാരാണ് കൊടുത്തിട്ടുള്ളത്. അതാ ബാബ പറയുന്നത്. തും തോ ബ്രഹ്മകുമാർ കുമാരിയാം ഹോ. നിങ്ങളാണ് ആരാണ്, ബ്രഹ്മകുമാരന്മാരും കുമാരിമാരുമാണ്.
तो कुमारी किसकी होगी ना, അദർ കുമാരി ഓർ കുമാരി ദോനോം കെ മന്ദിർ ഹെ. അപ്പൊ ബാബ പറയുന്നത് ഈ അദർ കുമാരിമാർക്കും അതുപോലെ കുമാരിമാർക്കും ക്ഷേത്രങ്ങളുണ്ട്. അദർ കുമാരി എന്ന് പറയുന്നത് ഇപ്പൊ വിവാഹ ശേഷമായിരിക്കാം, ചിലപ്പോൾ ബാബയുടെ കുട്ടിയായിട്ടുണ്ടാകാം. പക്ഷെ ബാബയുടെ കുട്ടിയായി മാറിയോ അതും ഒരു കുമാരിയാണ്. അപ്പൊ ബാബ അദർ കുമാരി എന്ന് പറയും. അദർ കുമാരിമാർക്കും അതുപോലെ കുമാരിമാരായിട്ടിരിക്കുന്നവർക്കും രണ്ടു കൂട്ടർക്കും ക്ഷേത്രങ്ങളുണ്ട്. പ്രാക്ടിക്കൽ മേം തുമാര യാദഗാർ മന്ദിർ ഹേന. അപ്പൊ ബാബ പറയുന്നത് പ്രാക്ടിക്കലായി നോക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മചിഹ്നം എന്താണ്? ക്ഷേത്രങ്ങളല്ലേ എന്ന് ബാബ ചോദിക്കാം. अब बाप बैठ समझाता है तुम जब की ब्रह्मा कुमार कुमारियाम हो तो ക്രിമിനൽ ആയി ഹോ നാ സകെ. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ എപ്പോ ബ്രഹ്മകുമാരനും കുമാരിയുമായി മാറിയോ പിന്നീട് നിങ്ങളിൽ നിന്നും ഒരിക്കലും ക്രിമിനൽ ആയി, അതായത് ബാബ പറയില്ലേ മോശമായ ദൃഷ്ടി നിങ്ങളിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ല എന്ന് പറയാ ബാബ. നഹി തോ ബഹുത്ത് കടി സജാ ഹോ ജായേ, ഇല്ലെങ്കിൽ വളരെയധികം ശിക്ഷകളൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ബാബ പറയാ. ദേഹ് അഭിമാൻ മേം ആനെ സേ യഹ് ഭൂൽ ജാതാ ഹേ കി ഹം ഭായി ബഹൻ ഹേ. അപ്പൊ ബാബ പറയാണ് ദേഹ അഭിമാനത്തിലേക്ക് വരുമ്പോഴാണ് എല്ലാവരും ഈ ഒരു കാര്യം മറക്കുന്നത്. അതായത് ഞങ്ങൾ പരസ്പരം സഹോദരി സഹോദരനാണ് എന്ന കാര്യം കുട്ടികൾ മറക്കും. അതെപ്പോഴാണ്? ദേഹാഭിമാനത്തിലേക്ക് വരുമ്പോഴാണെന്ന് ബാബ പറയാ. യഹ് ബി ബി കെ ഹേ ഹം ബി ബി കെ ഹേ തോ വികാർ കി ദൃഷ്ടി ജാനാ സകെ. അപ്പൊ ബാബ പറയുന്നത് ഇവരും ബി കെ ആണ് നമ്മളും ബി കെ ആണ്, പിന്നെ ഈ വികാരത്തിന്റെ ദൃഷ്ടി വരാൻ സാധിക്കില്ലല്ലോ. പിന്നെ എങ്ങനെ വികാരത്തിന്റെ ദൃഷ്ടി വരും? രണ്ടു കൂട്ടരും ബി കെ ആണെങ്കിൽ. പരന്തു ആസുരീയ സമ്പ്രദായിക്കെ മനുഷ്യ വികാർ കെ ബിഗർ രഹ് നഹി സക്തേ തോ വിഘ്ന ഡാൽത്തേ ഹേ. അപ്പൊ ബാബ പറയുന്നത് പക്ഷെ ആസുരീയ സമ്പ്രദായത്തിലുള്ള മനുഷ്യരുണ്ടല്ലോ അവർക്ക് വികാരം കൂടാതെ ജീവിക്കാൻ സാധിക്കില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? വിഘ്നമിടും. അതാണ് ബാബ പറയുന്നത്. ഈ ആസുരീയ സമ്പ്രദായത്തിലുള്ള മനുഷ്യര് വികാരം കൂടാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവര് വിഘ്നമിടുന്നു. അഭി തും ബ്രഹ്മകുമാർ കുമാരിയോം കോ ബാപ്പ് സെ വർഷ മിൽത്താ ഹെ. ഇപ്പോൾ നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാർക്കാണ് ബാബയിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നതെന്ന് ബാബ പറയാം. ബാപ്പ് കി ശ്രീമത്ത് പർ ചൽനാ ഹേ പവിത്ര ബന്നാ ഹേ. അപ്പൊ ബാബ എന്താ പറയുന്നത്? നിങ്ങൾ കുട്ടികള് ബാബയുടെ ശ്രീമതത്തിലൂടെ നടക്കുകയും വേണം, പവിത്രമായി മാറുകയും വേണം. യഹ് ഹേ ഇസ് വികാരി മൃത്യുലോക കാ അന്തിം ജന്മ. അപ്പൊ ബാബ പറയാണ് ഇത് ഈ മൃത്യുലോകത്തിലെ വികാരി മൃത്യുലോകത്തിലെ അന്തിമ ജന്മമാണ് ഇതെന്ന് ബാബ പറയാ. യഹ് ബി കോയി ജാൻതേ നഹി, ഇതും ആർക്കും അറിയുന്നില്ല. അമർ ലോകമേ വികാർ കോയി ഹോത്തേ നഹി, അതായത് അമരലോകം അല്ലെ. അമരലോകം എന്ന് പറഞ്ഞാൽ സത്യയുഗം. സത്യയുഗത്തിലെ വികാരത്തിന്റെ യാതൊരു കാര്യവുമില്ല എന്ന് ബാബ പറയാ. ഉനോം കോ കഹാഹി ജാതാ ഹേ സദോ പ്രധാൻ സമ്പൂർണ്ണ നിർവികാരി. അതായത് സത്യയുഗത്തിലുള്ളവരെയാണ് എന്താ പറയാ? സദോ പ്രധാന സമ്പൂർണ്ണ നിർവികാരി എന്ന് പറയും. യഹാം ഹേ തമോ പ്രധാൻ സമ്പൂർണ്ണ വികാരി. ഇവിടെയുള്ളവരോ തമോ പ്രധാന സമ്പൂർണ്ണ വികാരികളാണ് എന്ന് പറയാം ബാബ. ഹം വികാരി പാബി ഹേ ഗാത്തെ ബി ഹേ വഹ് സമ്പൂർണ്ണ നിർവികാരി ഹം വികാരി പാബി ഹേ. ഇതും ഇങ്ങനെയും പാടാറുണ്ട്. അതായത് നമ്മളും ഈ ദേവീ ദേവതമാരുടെ മുന്നിലൊക്കെ പോകും. കാരണം ദേവീ ദേവതമാരെന്ന് പറയുന്നത് സദോ പ്രധാനമാണ്, സമ്പൂർണ്ണ നിർവികാരികളാണ്. അവരുടെ മുന്നിൽ പോയിട്ട് നമ്മൾ എന്ത് പറയാറുണ്ട്? ഞങ്ങള് വികാരികളാണ്, പാപികളാണ് എന്ന് പറയാറുണ്ടല്ലോ. അതാണ് ബാബ പറയുന്നത്. സമ്പൂർണ്ണ നിർവികാരിയോം കി പൂജ കർത്തേ ഹേ. അതായത് ആരുടെ പൂജയാ ചെയ്യാ? സമ്പൂർണ്ണ നിർവികാരികള്. സമ്പൂർണ്ണ നിർവികാരികൾ ആരാണ്? ദേവീ ദേവതമാരാണ് സമ്പൂർണ്ണ നിർവികാരികൾ. അവരുടെയാണ് പൂജ ചെയ്യുക എന്ന് ബാബ പറയാ. ബാപ്പനെ സംജായാ ഹേ തും ഭാരതവാസി ഹി പൂജ്യസേ ഫിർ പൂജാരി ബൻതേ ഹോ. ബാബ പറയാണ്, ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ്, നിങ്ങൾ ഭാരതവാസികൾ തന്നെയാണ് പൂജ്യരിൽ നിന്നും പിന്നീട് പൂജാരിയായി മാറുന്നത്. ഈ സമയ ഭക്തി കാ പ്രഭാവ് ബഹുത്ത് ഹേ. ഈ ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ ബാബ പറയുന്നത് ഭക്തിയുടെ പ്രഭാവം വളരെയധികമുണ്ട് എന്ന് പറയാ ബാബ.
ഭക്ത് ഭഗവാൻ കോ യാദ് കർത്തേ ഹേ കി ആകർ ഭക്തി കാ ഫൽ ദോ. അതായത് ഭക്തരെന്താണ്, ഭഗവാനെ നല്ല രീതിയിൽ ഓർമ്മിക്കും. അതായത് ഭഗവാൻ വന്ന് ഭക്തിയുടെ ഫലം നൽകുന്നത് തന്നെയാണ് അവർ കരുതുന്നത്. ഭക്തിമേം ക്യാ ഹാൽ ഹോ ഗയാ ഹേ. ഇപ്പൊ ബാബ പറയുന്നത് ഇപ്പൊ ഭക്തിയുടെ അവസ്ഥ എന്തായിരിക്കുന്നു. നമുക്കറിയാലോ, ഭക്തി ബാബ തന്നെ പറയാറുണ്ട്, ആദ്യം സദോ പ്രധാന ഭക്തിയായിരുന്നു, പിന്നീട് പടിയിറങ്ങി ഭക്തിയും പടിയിറങ്ങി പിന്നീട് തമോ പ്രധാന സ്റ്റേജിലേക്ക് എത്തി ഭക്തി. അതായത് കാണുന്നതിന് എല്ലാത്തിനെയും പൂജിച്ചു തുടങ്ങി. അതാ ബാബ പറയുന്നത് ഭക്തിയുടെ ഒരു അവസ്ഥ എന്തായി മാറിയിരിക്കുന്നു എന്ന് ബാബ പറയാം. ബാപ്പനെ സംജായാ ഹേ മുഖ്യ ധർമ്മശാസ്ത്ര ചാർ ഹേ. അതായത് ബാബ നമുക്ക് മനസ്സിലാക്കി തരികയാണ് മുഖ്യ ധർമ്മശാസ്ത്രങ്ങൾ 4 ഉണ്ടെന്ന് പറയാം. ഏക് തോ ഹേ ഡൈറ്റിസം, ഇസ്മേം ബ്രാഹ്മൺ ദേവത ക്ഷത്രിയ തീനോം ഹി ആജാത്തെ ഹേ. അതായത് ഒന്നാമത്തേതാണ് ദേവതാധർമ്മം. ഈ ദേവതാധർമ്മത്തില് ബാബ പറയുന്നത് ബ്രാഹ്മണൻ, ദേവത, ക്ഷത്രിയ 3 വരുന്നുണ്ട് എന്ന് പറയാം ബാബ. ബാപ്പ് ബ്രാഹ്മൺ ധർമ്മ സ്ഥാപൻ കർത്തേ ഹേ. ബാബ ബ്രാഹ്മണ ധർമ്മം സ്ഥാപന ചെയ്യുന്നു എന്ന് പറയാം. ബ്രാഹ്മണോം കി ചോട്ടി ഹേ സംഗമയുഗ കി. അതായത് ബ്രാഹ്മണരുടെ കുടുംബം എന്ന് പറയല്ലോ, അത് സംഗമയുഗത്തിൻ്റെതാണെന്ന് പറയാം. തും ബ്രാഹ്മൺ അഭി പുരുഷോത്തം ബൻ രഹേ ഹോ. നിങ്ങൾ ബ്രാഹ്മണരിപ്പോ പുരുഷോത്തമന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഹ് ബ്രാഹ്മൺ ബി ഹേ വികാരി. അതായത് ബാക്കി ബ്രാഹ്മണന്മാരുണ്ടല്ലോ, അവര് വികാരികളാണ് എന്ന് പറയാം ബാബ. വഹ് ബി ഇൻ ബ്രാഹ്മണോം കെ ആകെ നമസ്തേ കർത്തേ ഹേ. അവരും ആ ലോകത്തിലുള്ള ബ്രാഹ്മണരും നിങ്ങൾ ബ്രാഹ്മണർ കുട്ടികളുടെ മുന്നിൽ നമസ്തേ ചെയ്യുന്നു എന്ന് പറയാ ബാബ. ബ്രാഹ്മൺ ദേവി ദേവത നമഃ കർത്തേ ഹേ ക്യോंकि समझते हैं वह ब्रह्मा की संतान दे, हम तो ब्रह्मा की संतान नहीं है. അതായത് ബ്രാഹ്മണ ദേവി ദേവതായെ നമഃ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതായത് അവര് എന്താണ്, ബ്രഹ്മാവിന്റെ സന്താനങ്ങളാണ്, ഞങ്ങൾ ബ്രഹ്മാവിന്റെ സന്താനങ്ങളല്ല എന്ന് മനസ്സിലാക്കുന്നു എന്ന് പറയാ ബാബ. അബി തും ബ്രഹ്മാ കി സന്താൻ ഹോ. ബാബ പറയുന്നത് ഇപ്പോ നിങ്ങൾ ബ്രഹ്മാവിന്റെ സന്താനങ്ങളാണ്. തുംകോ സബ് നമസ്തേ കർത്തേ ഹേ കരേങ്കെ. ബാബ പറയുന്നത് നിങ്ങളെ എല്ലാവരും നമസ്തേ ചെയ്യും അല്ലെങ്കിൽ നമസ്കരിക്കും എന്ന് ബാബ പറയാം. തും ഫിർ ദേവി ദേവത ബൻതേ ഹോ. നിങ്ങൾ പിന്നീട് ഇപ്പൊ ബ്രാഹ്മണരായിരിക്കുന്നവരാണ് പിന്നീട് ആരായി മാറുന്നത്? ദേവി ദേവതയായി മാറുന്നത്. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ പിന്നീട് ദേവി ദേവതകളായി മാറുമെന്ന് പറയാ ബാബ. അബി തും ബ്രഹ്മ കുമാർ കുമാരിയാം ബനേഹോ ഫിർ ബനേങ്കെ ദേവി കുമാർ കുമാരിയാം. ഇപ്പൊ നിങ്ങൾ കുട്ടികള് ബ്രഹ്മ കുമാർ കുമാരിയായി മാറിയിരിക്കുന്നു, പിന്നീട് നിങ്ങൾ ആരായി മാറും? ദൈവീക കുമാരി കുമാരന്മാർ. അതായത് സത്യയുഗത്തിലെ ദേവതമാരാണല്ലോ, അപ്പൊ ദേവതമാരുടെ കുട്ടികൾ ആരായിരിക്കും? ദൈവീക കുമാരനോ കുമാരിയായിരിക്കും. ഇപ്പൊ നമ്മൾ ബ്രഹ്മാവിന്റെ കുട്ടികളാണ്, അപ്പോൾ ബ്രഹ്മകുമാർ കുമാരിമാരാണ്. इस समय तुम्हारी यह जीवन बहुत बहुत अमूल्य है क्योंकि तुम जगत की माതായേം ഗായേ ഹുവാ ഹോ. അപ്പൊ ബാബ പറയുന്നത് ഇപ്പോ നിങ്ങൾ കുട്ടികളുടെ ഈ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ അമൂല്യമാണ് എന്ന് പറയാം. കാരണം ബാബ പറയുന്നത് നിങ്ങൾ ഈ ജഗത്തിന്റെ അമ്മ, ജഗത്തിന്റെ മാതായേം നിന്ന് നിങ്ങൾ പാടപ്പെട്ടിട്ടുണ്ട്. തും ഹദ് സേ നിക്കൽ ബേഹദ് മേ മായേ ഹോ. അതായത് നിങ്ങൾ പരിധിയുള്ളതിൽ നിന്നും പരിധിയില്ലാത്തതിലേക്ക്. ആദ്യമെല്ലാം പരിധിയുള്ളതായിരുന്നല്ലോ, അതായത് എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് പരിധിക്കുള്ളിലായിരുന്നു. ഇപ്പൊ പക്ഷെ പരിധിയില്ലാത്തത്, അതായത് വിശ്വത്തിന്റെ മംഗളമാണല്ലോ നമ്മൾ, അപ്പോൾ പരിധിയില്ലാത്തതിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറയാ ബാബ. തും ജാൻതേ ഹോ ഹം ഇസ് ജഗത്ത് കാ കല്യാൺ കർണേ വാലേ ഹേ. അപ്പൊ ബാബ പറയാണ് നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ഈ വിശ്വത്തിന്റെ മംഗളം ചെയ്യുന്നവരാണ് എന്ന കാര്യം നമ്മൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ബാബ പറയാം. തോ ഹർ ഏക് ജഗത് അംബ ജഗത് പിതാ ടഹരെ. അപ്പോൾ ഓരോരുത്തരും ആരായി മാറി? ജഗദംബ അല്ലെങ്കിൽ ജഗത് പിതാവായിട്ട് മാറിയിരിക്കുന്നു എന്ന് ബാബ പറയാം. ഇസ് നർഗ് മേ മനുഷ്യ ബഡേ ദുഃഖി ഹേ ഹം ഉൻകി റുഹാനി സേവ കർണെ ആയേ ഹേ. ബാബ പറയുന്നത് ഈ നരകത്തില് എല്ലാ മനുഷ്യരും വളരെ ദുഃഖികളാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനാ വന്നിരിക്കുന്നത്? നമ്മൾ ആത്മീയ സേവനം ചെയ്യാൻ, അല്ലേ? ആ ദുഃഖത്തിൽ നിന്നെല്ലാം അവരെ മുക്തമാക്കുക എന്ന ആത്മീയ സേവനത്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹം ഉനോം കോ സ്വർഗവാസി ബനാക്കർ ഹി ചോടേങ്കെ, നമ്മൾ അവരെ സ്വർഗവാസിയാക്കിയിട്ട് തന്നെയേ നമ്മൾ ഇരിക്കും. അതായത് നമ്മൾ ആർക്കൊക്കെ ദുഃഖിതരായ മനുഷ്യരെല്ലാവരെയും സ്വർഗവാസിയാക്കി നമ്മൾ മാറ്റുന്ന ബാബ പറയാ. തും ഹോ സേന ഇൻകോ യുദ്ധസ്ഥൽ ബി കഹാ ജാത്താ ഹേ. ബാബ പറയുന്നത് നിങ്ങൾ സേനകളാണ്. എപ്പോഴും പറയില്ലേ, നിങ്ങൾ ശിവഭഗവാന്റെ ബാബയുടെ സേനകളാന്ന് ബാബ പറയും. ശിവശക്തി സേന എന്നൊക്കെയാണല്ലോ നമ്മളെ ബാബ പറയാ. അപ്പൊ ബാബ പറയുന്നത് നിങ്ങൾ സേനയാണ്. അതുപോലെ ഈ ഒരു സ്ഥലത്തിനെ യുദ്ധസ്ഥലമെന്നും പറയാറുണ്ടെന്ന് പറയാ ബാബ. യാദവ്, കൗരവ് ഓർ പാണ്ഡവ് ഇക്കട്ടെ രഹത്തെ ഹേ. അപ്പൊ നമുക്കറിയാം ഇവിടെ തന്നെ ഈ വിശ്വത്തിൽ തന്നെ യാദവരുണ്ട്, പാണ്ഡവരുണ്ട്, കൗരവരുണ്ട്. ഒരുമിച്ച് തന്നെയാണല്ലോ വസിക്കുന്നത് എന്ന് ബാബ പറയാ. ബായി ബായി ഹേന, എല്ലാവരും സഹോദര സഹോദരരാണ്. കാരണം എല്ലാവരും ആത്മാക്കളാണ്. എല്ലാവരും ഒരു പരംപിത പരമാത്മാവിന്റെ മക്കളാണ്. അത് യാദവരായാലും കൗരവരായാലും പാണ്ഡവരായാലും, അല്ലേ? അപ്പൊ പരസ്പരം ആരായി മാറി? സഹോദര സഹോദരരായി മാറിയില്ലേ? അബ് തുമാരി യുദ്ധ ബായി ബഹനോം സെ നഹി, തുമാരി യുദ്ധ ഹേ രാവൺ സെ. അപ്പൊ ബാബ പറയുന്നത് ഇപ്പൊ നിങ്ങളുടെ യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? സഹോദരി സഹോദരന്മാരോടല്ല, പിന്നെ ആരോടാണ് നമ്മുടെ യുദ്ധം? രാവണനോടാണ് യുദ്ധം എന്ന് പറയാം. അപ്പൊ രാവണൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ തന്നെ എന്താണ്? ആസുരീയ സ്വഭാവ സംസ്കാരങ്ങൾ. അതിനോടാണല്ലോ നമ്മൾ യുദ്ധം ചെയ്യുന്നത്. യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആസുരീയ സ്വഭാവ സംസ്കാരങ്ങളെ നമ്മൾ കളയുകയാണ്. ബായി ബഹനോം കോ തും സമജാത്തെ ഹോ മനുഷ്യസെ ദേവത ബനാനെ കേലിയേ. അതായത് ഈ സഹോദരി സഹോദരന്മാർക്കെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ് എങ്ങനെ നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയായി മാറും എന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നത്. तो बाप समझाता है देह सहित देह के सब संबंध छोड़ने है. ബാബ പറയുന്നത്, ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ് നിങ്ങൾ ദേഹസഹിതം ദേഹത്തിന്റെ എല്ലാ സംബന്ധങ്ങളെയും ഉപേക്ഷിക്കണം. യഹ് ഹേ പുരാനി ദുനിയ, ഇത് പഴയ ലോകമാണ്. കിത്തനെ ബഡേ ബഡേ ഡാം കനാൽ ആദി ബനാത്തെ ഹേ ക്യോംകി പാനി നഹി ഹേ. ബാബ പറയുന്നത് എത്ര വലിയ വലിയ ഡാമുകളും കനാലുകളും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ വെള്ളം തന്നെ ഇല്ല എന്ന് പറയാ ബാബ. പ്രജ ബഹുത് ബഡ് ഗയാ ഹേ, അതായത് ആളുകള് ധാരാളം വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറയാ ബാബ. വഹാം തോ തും രഹത്തെ ഹി ബഹുത് തോടെ ഹോ, അതായത് അവിടെ സത്യയുഗത്തിലാണെങ്കിലോ നിങ്ങൾ വളരെ കുറച്ചു പേരെ ഉണ്ടായിരിക്കൂ എന്ന് പറയാ ബാബ. നദിയോ മേം പാനി ബി ഡേർ രഹത്താ ഹേ അനാജ് ബി ബഹുത് ഹോത്താ ഹേ. അതായത് നദികളിലെല്ലാം ധാരാളം വെള്ളമുണ്ടായിരിക്കും, അതുപോലെ ധാന്യങ്ങളും വളരെ അധികം ഉണ്ടായിരിക്കും. എവിടെ? സത്യയുഗത്തിലെ കാര്യമാണ് ബാബ പറയുന്നത്. യഹാം തോ ഇസ് ധർത്തി പർ കരോടോ മനുഷ്യ ഹേ, ഇവിടെ ഇപ്പോൾ ഈ ഭൂമിയിൽ നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യരുണ്ടെന്ന് പറയാ ബാബ. വഹാം സാരി ധർണി പർ ശുരൂമേം 9-10 लाख होते हैं और कोई ഗണ്ട് ഹോത്താ ഹി നഹി. ബാബ പറയുന്നത് അവിടെയാണെങ്കിലോ സത്യയുഗത്തിലെ മുഴുവൻ ലോകം മുഴുവൻ ഭൂമി എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ തുടക്കത്തിൽ 9-10 ലക്ഷം ആളുകളെ ഉണ്ടായിരിക്കുള്ളൂ, വേറെ ഒരു ഗണ്ഡവും ഉണ്ടായിരിക്കുകയില്ല എന്ന് ബാബ പറയാം. തും തോടേസേ ഹി വഹാം രഹത്തെ ഹോ, നിങ്ങൾ വളരെ കുറച്ചുപേര് മാത്രമാണ് അവിടെ ഉണ്ടായിരിക്കുക എന്ന് ബാബ പറയാം. തുംകോ കഹാം ജാനെ കി ബി ദർക്കാർ നഹി രഹത്തി, നിങ്ങൾക്ക് വേറെ എവിടെയും പോകേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല എന്ന് പറയാ ബാബ. വഹാം ഹേ ഹി ബഹാരി മൗസം, ബാബ പറയുന്നത് അവിടെ വളരെ നല്ല കാലാവസ്ഥയായിരിക്കും. 5 തത്വ ബി കോയി തക്ലീഫ് നഹി ദേത്തെ ഹേ ഓർഡർ മേം രഹത്തെ ഹേ. ബാബ പറയുന്നത് ഈ 5 തത്വങ്ങളും നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവിടെ നൽകില്ല എന്ന് പറയാ. എല്ലാവരും ഓർഡർ പ്രമാണമായിരിക്കും നടക്കുക. അതായത് പഞ്ചതത്വങ്ങളിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് അവിടെ ഉണ്ടായിരിക്കില്ല. ദുഃഖ കാ നാം നഹി, ദുഃഖത്തിന്റെ പേര് പോലും അവിടെ ഉണ്ടായിരിക്കില്ല. വഹ് ഹേ ഹി ബഹിഷ്, അത് സ്വർഗമാണെന്ന് പറയാ ബാബ. അബി ഹേ ദോജഗ്, ഇതാണെങ്കിലോ ഘോര നരകമാണ്. യഹ് ശുരു ഹോത്താ ഹേ ബീച്ച് സേ, ബാബ പറയുന്നത് ഈ ഒരു നരകം എന്നത് എന്താണ്, പകുതി മുതലാണ് ആരംഭിക്കുക എന്ന് ബാബ പറയാം. ദേവതായേം
वाम मार्ग में गिरते हैं तो फिर रावण का राज्य शुरू हो जाता है. അതായത് ദേവതമാര് വാമമാർഗത്തിലേക്ക് വീഴുമ്പോഴാണ് ഈ രാവണ രാജ്യം തുടങ്ങുന്നത് എന്ന് ബാബ പറയാം. തും സമജ് ഗയേ ഹോ ഹം ഡബിൾ സിർ താജ് പൂജ് ബൻതേ ഹേ ഫിർ സിംഗിൾ താജ് വാലെ ബൻതേ ഹേ. അപ്പൊ ബാബ പറയുന്നത് നിങ്ങളിപ്പോ മനസ്സിലാക്കി കഴിഞ്ഞു, നമ്മൾ ആദ്യം അതായത് ഡബിൾ കിരീടധാരികൾ പൂജ്യരായിട്ട് മാറും, പിന്നീട് സിംഗിൾ കിരീടധാരികളായിട്ടും വരുമെന്ന് പറയാ ബാബ. സത്യുഗമേം പവിത്രതാക്കി ബി നിശാനി ഹേ. അതായത് സത്യുഗത്തില് പവിത്രതയുടെയും അടയാളം ഉണ്ടായിരിക്കും. അതാണ് ബാബ ഡബിൾ കിരീടധാരി എന്ന് പറയുന്നത്. ഒന്ന് നമുക്ക് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ കിട്ടുന്ന രത്നങ്ങളെ കൊണ്ട് നിർമ്മിതമായ കിരീടം ഉണ്ടായിരിക്കും. പിന്നെ സത്യയുഗത്തിലുള്ള എക്സ്ട്രാ കിരീടമാണ് പവിത്രതയുടെ കിരീടം. അപ്പൊ ആദ്യം നമ്മൾ ഡബിൾ കിരീടധാരികളായിട്ടാണ് മാറുക, പിന്നീടാണ് പവിത്രതയുടെ കിരീടം പോകും. കാരണം ദേവതമാര് വാമമാർഗത്തിലേക്ക് വരുമ്പോൾ പവിത്രത നഷ്ടപ്പെടാണ്. അപ്പൊ പവിത്രതയുടെ കിരീടം പോയി പിന്നെ സിംഗിൾ കിരീടധാരിയായിട്ട് മാറുമെന്ന് ബാബ പറയാം. ദേവതാവും തോ സബ് ഹേ പവിത്ര. ദേവതമാരാണെങ്കിൽ എല്ലാവരും പവിത്രമാണ്. യഹാം പവിത്ര കോയി ഹേ നഹി. ഇവിടെ നോക്കുകയാണെങ്കിൽ പവിത്രമായ ആരും തന്നെ ഇല്ല എന്ന് ബാബ പറയാ. ജന്മ തോ ഫിർ ബി വികാർ സെ ലേത്തെ ഹേ നാ, ഇസ്ലിയേ ഇസേ ഭ്രഷ്ടാചാരി ദുനിയ കഹാ ജാതാ ഹേ. അപ്പൊ ബാബ പറയുന്നത് ജന്മം തന്നെ എങ്ങനെയാണ് എടുക്കുന്നത്? വികാരത്തിലൂടെയല്ലേ. അപ്പൊ പിന്നെ എന്താണ് ഇതിനെ ഭ്രഷ്ടാചാരി ലോകം എന്നാണ് പറയുക എന്ന് ബാബ പറയാ. സത്യുഗ് ഹേ ശ്രേഷ്ഠാചാരി. സത്യുഗത്തെ എന്താ പറയാ? ശ്രേഷ്ഠാചാരി ലോകം. അവിടെ ജന്മം എടുക്കുന്നത് വികാരത്തിലൂടെയല്ലല്ലോ. അപ്പൊ ബാബ പറയുന്നത് സത്യുഗം ശ്രേഷ്ഠാചാരി ലോകവും ഇപ്പോൾ ഇതെന്താണ്? ഭ്രഷ്ടാചാരി ലോകവുമാണെന്ന് ബാബ പറയാ. വികാർ കോ ഹി ഭ്രഷ്ടാചാർ കഹാ ജാതാ ഹേ. അതായത് ഈ വികാരത്തെ തന്നെയാണ് ഭ്രഷ്ടാചാരം എന്ന് പറയുന്നത്. ബച്ചേ ജാൻതേ ഹേ സത്യുഗ് മേം പവിത്ര പ്രവൃത്തി മാർഗത അബ് അപവിത്ര ഹോ ഗയേ ഹേ. ബാബ പറയാണ് കുട്ടികൾ ഇതും മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് സത്യയുഗത്തില് പവിത്രമായ പ്രവൃത്തി മാർഗമായിരുന്നു, ഇപ്പോഴോ അപവിത്ര മാർഗമായി എന്ന് ബാബ പറയാം. അബ് ഫിർ പവിത്ര ശ്രേഷ്ഠാചാരി ദുനിയ ബൻതി ഹേ. ഇനി വീണ്ടും ആ പവിത്ര ശ്രേഷ്ഠാചാരി ലോകം ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് ബാബ പറയാം. സൃഷ്ടിക്ക ചക്ര ഫിർത്താ ഹേന. ബാബ പറയുന്നത് ഈ സൃഷ്ടിചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുമല്ലോ. പരംപിത പരമാത്മാ കോഹി പതീത പാവൻ കഹാ ജാതാ ഹേ. ബാബ പറയുന്നത് പരംപിത പരമാത്മാവിനെ തന്നെയാണ് പതീത പാവനൻ എന്ന് പറയുന്നത്. മനുഷ്യ കഹ ദേത്തെ ഹേ ഭഗവാൻ പ്രേരണ കർത്താ ഹേ. അബ് പ്രേരണ മാനാ വിചാർ ഇസ്മേം പ്രേരണ കി തോ ബാത് ഹി നഹി. അതായത് മനുഷ്യരെന്താ പറയുന്നത്? ഭഗവാൻ പ്രേരണ നൽകുമെന്ന് പറയും, മനുഷ്യര് പറയാണ്. പക്ഷെ ബാബ പറയുന്നത് പ്രേരണയുടെ യാതൊരു കാര്യവുമില്ല എന്ന് പറയാ ബാബ. വഹ് ഖുദ് കഹത്തെ ഹേ ഹംകോ ശരീർ കാ ആധാർ ലേന പഡ്താ ഹേ. ബാബ സ്വയം പറയുകയാണ് എനിക്ക് ഒരു ശരീരത്തിന്റെ ആധാരം തീർച്ചയായും എടുക്കേണ്ടതുണ്ട്. മേ ബിഗർ മുഖക്കെ ശിക്ഷ കൈസേ ദോ. അതായത് ഒരു മുഖമില്ലാതെ ഞാൻ എങ്ങനെ ഈ പഠിപ്പ് നൽകും? പ്രേരണാസെ കോയി ശിക്ഷ ദി ജാതി ഹേ ക്യാ. ബാബ പറയുന്നത് പ്രേരണയിലൂടെ എങ്ങനെ പഠിപ്പ് നൽകാനാണ്? പഠിപ്പ് നൽകാൻ സാധിക്കോ പ്രേരണയിലൂടെ എന്ന് ബാബ ചോദിക്കാം. ഭഗവാൻ പ്രേരണാസെ കുച്ച് ബി നഹി കർത്തേ ഹേ. ബാബ പറയുന്നത് ഭഗവാൻ പ്രേരണയിലൂടെ യാതൊന്നും തന്നെ ചെയ്യുന്നില്ല. ബാപ്പ് തോ ബച്ചോം കോ പഠാത്തേ ഹേ. ബാബ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. പ്രേരണാസെ പഠായി തോടെ ഹി ഹോ സക്തി. ബാബ പറയുന്നത് പ്രേരണയിലൂടെ ഒരിക്കലും പഠിപ്പ് നടക്കില്ല എന്ന് ബാബ പറയാം. सिवाई बाप के सृष्टि के ആദി മധ്യ അന്ത് കാ രാസ് കോയി ബി ബതാനാ സകേ. ബാബ പറയുന്നത് ബാബയെ കൂടാതെ വേറെ ആർക്കും സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യം പറഞ്ഞു തരാൻ കഴിയില്ല എന്ന് ബാബ പറയാ. ബാപ്പ് കോഹി നെഹി ജാൻതേ ഹേ. അതായത് ബാബയെ തന്നെ അറിയുന്നില്ല എന്ന് പറയാ ബാബ. കോയി കഹത്തെ ലിംഗ് ഹേ, കോയി കഹത്തെ അഖണ്ഡ് ജ്യോതി ഹേ. ബാബ പറയുന്നത് ചിലരെന്താ പറയാ ലിംഗമാണെന്ന് പറയും, ചിലര് പറയും അഖണ്ഡ ജ്യോതിയാണെന്ന് പറയും.
കോയി കഹത്തെ ബ്രഹ്മ ഹി ഈശ്വർ ഹെ. ചിലവര് പറയും ബ്രഹ്മം അല്ലെ, ബ്രഹ്മതത്വം ഉണ്ടല്ലോ, ബ്രഹ്മം തന്നെ ഈശ്വരനാണെന്നും പറയുന്നവരുണ്ട്. തത്വജ്ഞാനി ബ്രഹ്മജ്ഞാനി ബി ഹേന, അതായത് തത്വജ്ഞാനിയെ ബ്രഹ്മജ്ഞാനിയുമെന്നും പറയുമല്ലോ എന്ന് പറയാ ബാബ. ശാസ്ത്രവും ദിക്കാ ഹെ 84 ലാഖ് യോനിയാം, അതായത് ശാസ്ത്രത്തില് 84 ലക്ഷം യോനികൾ കാണിച്ചിരിക്കുന്നു എന്ന് പറയാ ബാബ. अब अगर 84 लाख जन्म होते तो कल्प बहुत बड़ा चाहिए. ബാബ പറയുന്നത് ഇപ്പോ ഈ 84 ലക്ഷം ജന്മമുണ്ടെങ്കിൽ ഈ കൽപ്പം എന്ന് പറയുന്നത് വളരെ വലുതാകേണ്ടതായിരിക്കുന്നു എന്ന് പറയാ ബാബ. കോയി ഹിസാബ് ഹി നിക്കൽ നാസകെ, അപ്പൊ അതിന്റെ ഒരു കണക്കും നമുക്ക് ലഭിക്കില്ല. ഇത്രയും 84 ലക്ഷം ജന്മം എന്നൊക്കെ പറയുമ്പോ എന്ത് കണക്ക് ലഭിക്കാനാണ്. വഹ്തോ സത്യയുഗ് കോ ഹി ലാഖോം വർഷ കഹ ദേത്തെ ഹെ, അതായത് ജനങ്ങളാണെങ്കിലോ സത്യയുഗത്തെ തന്നെ, സത്യയുഗം മാത്രം തന്നെ എന്താണ് ലക്ഷക്കണക്കിന് വർഷമുണ്ടെന്ന് പറയുന്നു. ബാപ്പ് കഹത്തെ ഹെ സാരാ സൃഷ്ടി ചക്ര ഹി 5000 വർഷ കാ ഹെ. ബാബ പറയുന്നത് ഈ മുഴുവൻ സൃഷ്ടി ചക്രം, അതായത് ഒരു ഫുള്ള് കൽപ്പം എന്ന് പറയുന്നത് ബാബ പറയാണ് 5000 വർഷമാണ്. 84 लाख जन्मों के लिए तो टाइम भी इतना चाहिए ना. അപ്പൊ ബാബ പറയുന്നത് 84 ലക്ഷം ജന്മത്തിനൊക്കെ എത്രമാത്രം സമയം വേണ്ടിവരും എന്ന് ബാബ പറയാം. യഹ് ശാസ്ത്ര സബ് ഹേ ഭക്തി മാർഗക്കെ. ബാബ പറയുന്നത് ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഭക്തി മാർഗത്തിലേതാണെന്ന് ബാബ പറയാം. ബാപ്പ് കഹത്തെ ഹേ मैं आकर तुमको इन सब शास्त्रों का सार समझाता हूं. ബാബ നമുക്ക് മനസ്സിലാക്കി തരാണ്, ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ഈ എല്ലാ ശാസ്ത്രത്തിന്റെയും സാരമാണ് മനസ്സിലാക്കി തരുന്നത്. यह सब भक्ति मार्ग की सामग्री है, इनसे कोई भी मेरा को प्राप्त नहीं करते. ബാബ പറയുന്നത് ബാക്കി ഇതെല്ലാം ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്. ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം ഭക്തി മാർഗത്തിലേതാണ്. അപ്പൊ ബാബ പറയുന്നത് ഇതിലൂടെയൊന്നും നിങ്ങൾക്ക് എന്നെ പ്രാപ്തമാക്കാൻ കഴിയില്ല എന്ന് ബാബ പറയാ. മേ ജബ് ആതാ ഹൂം തബ് ഹി സബ്കോ ലേ ജാതാ ഹൂം. ബാബ പറയുന്നത് ഞാൻ എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊണ്ടുപോകുന്നത്. മുജെ ബുലാത്താ ഹി ഹേ ഹേ പതീത് പാവൻ ആവോ. എന്നെ വിളിക്കുന്നത് തന്നെ എന്താണ്, അല്ലയോ പതീത പാവന വരൂ എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ബാബയെ വിളിക്കുന്നത്. പാവൻ ബനാക്കർ ഹംകോ പാവൻ ദുനിയാമേം ലേ ചലോ. ബാബ പറയുന്നത് എന്താണ്, നമ്മൾ ഇങ്ങനെയാ ബാബനെ വിളിക്കുക, അതായത് അല്ലയോ പതീത പാവന വരൂ, ഞങ്ങളെ പാവനമാക്കി മാറ്റി പാവനമായ ലോകത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ബാബയെ വിളിച്ചത്. ഫിർ ഡൂഡ്നെ കെ ലിയെ ദക്കേ ക്യൂം കാത്തേ ഹോ. പിന്നെ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതിനായി എന്തിനാ ഇത്രയധികം ബുദ്ധിമുട്ടുന്നത് എന്ന് ബാബ ചോദിക്കാം. കിത്തനാ ദൂർ ദൂർ പഹാഡോം ആദി പർ ജാത്തേ ഹേ. എത്ര ദൂരങ്ങളിലുള്ള പർവ്വതങ്ങളിലേക്കൊക്കെയാണ് നിങ്ങൾ എന്നെ തേടി പോകുന്നത് എന്ന് ബാബ ചോദിക്കാം. ആജ്കൽ തോ കിത്തനെ മന്ദിർ കാലി പടേ ഹേ കോയി ജാത്താ നഹി ഹേ. അപ്പൊ ബാബ പറയുന്നത് ഇന്ന് നോക്കുകയാണെങ്കിൽ എത്ര ക്ഷേത്രങ്ങളുണ്ട് കാലിയായി കിടക്കുന്നത്, ആരും അവിടേക്ക് പോകുന്നതേ ഇല്ല എന്ന് പറയാ ബാബ. അബി തും ബച്ചേ ഊഞ്ചത്തെ ഊഞ്ച് ബാപ്പ് കി ബയോഗ്രഫി കോ ബി ജാൻ ഗയേ ഹോ. ഇപ്പോ നിങ്ങൾ കുട്ടികള് ഉയർന്നതിലും ഉയർന്ന ബാബയുടെ ബയോഗ്രഫി, അതായത് ജീവിത കഥ തന്നെ നിങ്ങളെല്ലാ കുട്ടികളും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ബാബ പറയാ. അത് ബാബ തന്നെയാണല്ലോ നമുക്ക് മനസ്സിലാക്കി തന്നത്. बाप बच्चों को सब कुछ देकर फिर 60 वर्ष बाद वानप्रस्थ में बैठ जाते हैं. ബാബ കുട്ടികൾക്കെല്ലാം കൊടുത്തതിന് ശേഷം 60 വർഷത്തിന് ശേഷം എന്താണ്, ഇത് 60 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ വാനപ്രസ്ഥം എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ബാബ പറയുന്നത് യഹ് രസംബി അബ് കി ഹേ, അതായത് ഈ ഇവിടത്തെ ഈ ഒരു രീതിയാണ് ഈ പറയുന്നത്. അതായത് 60 വർഷത്തിന് ശേഷം വാനപ്രസ്ഥത്തിലേക്ക് പോകുക, അതായത് എല്ലാ സമ്പത്തും കാര്യങ്ങളെല്ലാം മക്കളെ ഏൽപ്പിച്ച് വാനപ്രസ്ഥത്തിലേക്ക് പോകാന്നുള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ ആദ്യം. അത് ബാബ പറയുന്നത് ഇവിടത്തെ രീതിയാണെന്ന് പറയാ ബാബ. ത്യോഹാർ ബി സബ് ഇസ് സമയക്കേ ഹേ. ഈ ഒരു സമയത്തെ ഓരോരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഉത്സവങ്ങളും ആഘോഷിക്കുന്നതെന്ന് പറയാ ബാബ. തും ജാൻതേ ഹോ അബി ഹം സംഗം പർ ഖടേ ഹേ. അതായത് നിങ്ങൾക്കറിയാം ഇപ്പൊ നമ്മള് സംഗമത്തിലാണ് നിൽക്കുന്നത്. രാത്രിക്ക് ബാദ് ഫിർ ദിൻ ഹോഗ. ബാബ പറയുന്നത് രാത്രിക്ക് ശേഷം
പിന്നീട് പകലുണ്ടാകും. അബുത്തോ ഗോർ അന്തിയാർ ഹേ. ബാബ പറയുന്നത് ഇപ്പൊ നോക്കുകയാണെങ്കിലോ ഘോരമായ അന്ധകാരമാണ്. ഗാത്തെ ബി ഹേ ജ്ഞാൻ സൂര്യപ്രകട്. അതായത് ഇങ്ങനെ പാടപ്പെട്ടിട്ടുണ്ടല്ലോ, അതായത് ജ്ഞാന സൂര്യൻ പ്രകടമായി അജ്ഞാന അന്ധകാരമില്ലാതായി എന്ന് പാടപ്പെട്ടിട്ടുണ്ടല്ലോ. തും ബാപ്പ് കോ ഓർ രചന കെ ആദി മധ്യ അന്ത് കോ അബ് ജാൻതേ ഹോ. ബാബ പറയുന്നത് ഇപ്പോ നിങ്ങൾ കുട്ടികള് അച്ഛനെയും അറിഞ്ഞു കഴിഞ്ഞു, അതുപോലെ രചനയുടെയും രചയിതാവിന്റെ ഒക്കെ ആദി മധ്യ അന്ത്യത്തിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കുട്ടികൾ ഇപ്പോ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് ബാബ പറയാം. ജൈസെ ബാപ്പ് നോളജ്ഫുൾ ഹേ തും ബി മാസ്റ്റർ നോളജ്ഫുൾ ഹോ ഗയേ. അതായത് എങ്ങനെയാണോ ബാബ നോളജ്ഫുൾ ആയിട്ടിരിക്കുന്നത്, അതായത് ജ്ഞാനസാഗരനായിട്ടിരിക്കുന്നത്, അതുപോലെ നിങ്ങൾ കുട്ടികളും മാസ്റ്റർ ജ്ഞാനസാഗരനായി കഴിഞ്ഞുവെന്ന് ബാബ പറയാം. തും ബച്ചോം കോ ബാപ്പ് സേ വർഷ മിൽത്താ ഹേ ബേഹദ് കെ സുഖ കാ. ബാബ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്ക് ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സുഖത്തിന്റെ സമ്പത്ത് ലഭിക്കുകയാണ്. ലൗകിക ബാപ്പ് സേ തോ ഹദ് കാ വർഷ മിൽത്താ ഹേ. ബാബ പറയുന്നത് ലൗകികത്തിലെ അച്ഛനുണ്ടായിരിക്കുമല്ലോ, ആ അച്ഛനിൽ നിന്ന് നിങ്ങൾക്ക് പരിധിയുള്ള സമ്പത്താണ് ലഭിക്കുന്നതെന്ന് പറയാ ബാബ. ജിസ്സെ അല്പകാൽ കാ സുഖ മിൽത്താ ഹേ. അതിലൂടെ നിങ്ങൾക്ക് അല്പകാലത്തെ സുഖമൊക്കെ ലഭിക്കും. ജിൻകോ സന്യാസി കാഗവിഷ്ട സമാൻ സുഖ കഹ്ദേത്തെ ഹേ. ആ സുഖത്തെയാണ് സന്യാസിമാര് കാഗവിഷ്ട സമാനം, അതായത് അല്പകാലത്തെ സുഖം എന്നൊക്കെ സന്യാസിമാര് പറയുന്നത്. ആ സുഖത്തെയാണ്, അതായത് ലൗകിക ബാബയിൽ അച്ഛനിൽ നിന്നും നമുക്ക് സമ്പത്ത് ലഭിക്കും, അത് അല്പകാലത്തെ സുഖത്തിനുള്ളതാണ്. പക്ഷെ ബാബയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണോ പരിധിയില്ലാത്ത സമ്പത്താണെന്ന് പറയാ ബാബ. വഹ് ഫിർ യഹാ മാക്കർ സുഖ കേലിയെ പുരുഷാർത്ഥ കർ നാ സകെ. സന്യാസിമാർക്കാണെങ്കിലോ ഇവിടെ വന്ന്, അതായത് ഈ പരിധിയില്ലാത്ത സുഖത്തിന് വേണ്ടിയിട്ടുള്ള പുരുഷാർത്ഥമൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ബാബ പറയാ. വഹ് ഹേ ഹി ഹഠയോഗി. അവര് ഹഠയോഗികളാണ്. തും ഹോ രാജയോഗി. നിങ്ങൾ കുട്ടികളാണെങ്കിലോ രാജയോഗികളാണെന്ന് പറയാ ബാബ. തുമാര യോഗ് ഹേ ബാപ്പ് കെ സാത്ത്. നിങ്ങളുടെ യോഗം ആരുമായിട്ടാണ്? ബാബയുമായിട്ടാണെന്ന് പറയാ. ഉനോം കാഹേ തത്വ കെ സാത്ത്. സന്യാസിമാരും ആരുമായിട്ടാ യോഗം വെക്കുക? തത്വമായിട്ടും, അതായത് അവർക്ക് ബ്രഹ്മതത്വമായിട്ടാണ് യോഗം വെക്കുക. കാരണം സന്യാസിമാരെന്താ കരുതുന്നത്? തത്വത്തിൽ പോയി ലയിക്കണം എന്നൊക്കെയാണല്ലോ കരുതുന്നത്. അപ്പൊ അവര് തത്വത്തെയാണ് ഓർമ്മിക്കുന്നത്. പക്ഷെ നമ്മള് ബാബയെയാണ്, സ്വയം ഭഗവാനെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. യഹ് ഹി ഡ്രാമ ബനാ ഹുവാ ഹേ. ഈ ഡ്രാമ ഇങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ബാബ പറയാം. അച്ഛാ मीठे मीठे सिकीलदे बच्चों प्रति मात पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी मात पिता बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ഈ ബാബ ധാരണയ്ക്കുള്ള പോയിന്റ് പറയാണ്. ഫസ്റ്റ് പോയിന്റ്, പാവൻ ബന്നെ കെ ലിയെ ഹം ആത്മാ ബായി ബായി ഹേ ഫിർ ബ്രഹ്മ ബാപ്പ് കി സന്താൻ ബായി ബഹൻ ഹേ. യഹ് ദൃഷ്ടി പക്കി കർണി ഹേ. ബാബ പറയുന്നത് പാവനമായി മാറുന്നതിനു വേണ്ടി ഇങ്ങനെയൊരു ദൃഷ്ടി നമുക്ക് പക്കയാക്കണം. അതായത് നമ്മൾ ആത്മാക്കൾ സഹോദരരാണ്. പിന്നീട് നമ്മൾ ബ്രഹ്മ ബാബയുടെ കുട്ടികളായിട്ട് നമ്മൾ വരുമ്പോൾ അപ്പൊ നമ്മൾ ആരായി മാറും? സഹോദരൻ. അപ്പൊ ആത്മരൂപത്തിൽ നമ്മൾ സഹോദരനാണ്. ബ്രഹ്മ ബാബയുടെ മക്കളായിട്ട് വരുമ്പോൾ നമ്മൾ സഹോദരൻ. ഈ ഒരു ദൃഷ്ടി പക്കയാക്കണമെന്ന് ബാബ പറയാ. എന്തിന്? പാവനമായി മാറുന്നതിന് വേണ്ടി. ആത്മാ ഓർ ശരീർ ദോനോം കോ ഹി പാവൻ സദോ പ്രധാൻ ബനാനാ ഹേ. അതായത് ആത്മാവിനെയും അതുപോലെ ശരീരത്തെയും രണ്ടിനെയും നമ്മൾ പാവനമായി സദോ പ്രധാനമാക്കി മാറ്റേണ്ടതുണ്ട്. ദേഹ അഭിമാൻ ചോട് ദഹനാഹേ. ദേഹ അഭിമാനത്തെ ഉപേക്ഷിക്കണം. സെക്കൻഡ് പോയിന്റ്, മാസ്റ്റർ നോളജ്ഫുൾ ബൻ സബി കോ രജത ഓർ രചന കാ ജ്ഞാൻ സുനാക്കർ ഗോർ അന്ധിയാരോ സെ നിക്കൽനാ ഹേ. അപ്പൊ ബാബ പറയുന്നത് മാസ്റ്റർ ജ്ഞാനസാഗരനായി മാറി രചയിതാവിൻ്റെയും അതുപോലെ രചനയുടെയും എല്ലാം ഈ അറിവ്, ഈ ജ്ഞാനത്തെ നിങ്ങൾ കേൾപ്പിച്ച്
എല്ലാവരെയും അജ്ഞാന അന്ധകാരം അല്ലെങ്കിൽ ഘോരമായ അന്ധകാരത്തിൽ നിന്നും ഉണർത്തേണ്ടതുണ്ട്. നരകവാസി മനുഷ്യോം കി രുഹാനി സേവാക്കർ സ്വർഗവാസി ബനാനാ ഹെ. അതായത് നരകവാസിയായ മനുഷ്യരുടെ ആത്മീയ സേവനം ചെയ്ത് അവരെ സ്വർഗവാസിയാക്കി മാറ്റേണ്ടതുണ്ട് എന്ന് ബാബ പറയാം. ഈ ബാബ വരദാനം തരാണ്. മാസ്റ്റർ ജ്ഞാൻ സാഗർ ബൻ, ജ്ഞാൻ की गहराई में जाने वाले അനുഭവ് രൂപി രത്നോം സെ സമ്പന്ന ഭവ. ബാബ പറയാണ് വരദാനം, അതായത് മാസ്റ്റർ ജ്ഞാനസാഗരനായിട്ട് മാറി ഈ ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി അനുഭവത്തിൻ്റെ രൂപത്തിലുള്ള രത്നങ്ങളാൽ സമ്പന്നമായി ഭവിക്കൂ എന്ന് ബാബ പറയാം. അതായത് ഈ ജ്ഞാനം, ബാബ തരുന്ന ജ്ഞാനം നമുക്കറിയാം വളരെ ഡീപ്പാണ്. അപ്പോൾ ഈ ജ്ഞാനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോകുന്തോറും നമുക്ക് ഓരോ അനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഭവങ്ങളും എന്താണ്? രത്നങ്ങളാണ്. അപ്പോൾ അങ്ങനെ അനുഭവി രത്നങ്ങളാൽ സമ്പന്നമായി ഭവിക്കട്ടെ എന്നാണ് ബാബ പറയുന്നത്. जो बच्चे ज्ञान की गहराई में जाते हैं वे अनुभव रूपी रत्नों से संपन्न बनते हैं. അപ്പോൾ ബാബ പറയുന്നത് ഏത് കുട്ടികളാണോ ഈ ജ്ഞാനത്തിൻ്റെ ആഴത്തിലേക്ക് പോകുന്നത് അവർക്ക് അനുഭവത്തിൻ്റെ രൂപത്തിലുള്ള രത്നങ്ങളാൽ അവർ സമ്പന്നമായി മാറുമെന്ന് പറയാം. കാരണം ഓരോ അനുഭവങ്ങൾ അവർക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഓരോ അനുഭവങ്ങളെന്ന് പറയുന്നതും ഓരോ രത്നങ്ങളാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അനുഭവി രൂപങ്ങളാകുന്ന രത്നങ്ങളാൽ സമ്പന്നരായി മാറും അവർ. ഏക് ഹേ ജ്ഞാൻ സുന്ന ഓർ സുനാന. ഒന്നുണ്ട് ജ്ഞാനം കേൾക്കുക, കേൾപ്പിക്കുക. ദൂസരാ ഹേ അനുഭവി മൂർത്ത് ബന്ന. രണ്ടാമത്തെ കാര്യമാണ് അനുഭവി മൂർത്തിയായി മാറുക. അനുഭവി സദാ അവിനാശി ഓർ നിർവിഘ്ന രഹത്തെ ഹേ. ഈ അനുഭവിയായിട്ടുള്ള കുട്ടികൾ സദാ അവർ അവിനാശിയായും നിർവിഘ്നവുമായിട്ടും ഇരിക്കുന്നു എന്ന് ബാബ പറയാം. ഉനേം കോയി ബി ഹില നഹി സക്ത. അവരെ ആർക്കും അങ്ങനെ ഇളക്കാനൊന്നും കഴിയില്ല എന്ന് ബാബ പറയാം. അനുഭവിക്ക് ആകെ മായാക്കി കോയി ബി കോശിഷ് സഫൽ നഹി ഹോത്തി. അപ്പം ബാബ പറയുന്നത് ഈ അനുഭവിയായ കുട്ടികളുടെ മുന്നിൽ മായയുടെ ഒരു ആകർഷണവും അവർക്ക് ഏൽക്കില്ല അല്ലേ. മായ പല രീതിയിലും അവരെ ചിലപ്പോൾ താഴെയിടാൻ ശ്രമിക്കും, പക്ഷെ അവരെ ഇളക്കാനേ സാധിക്കില്ല. അതുപോലെ മായയുടെ ഒരു കാര്യവും അവർക്ക് മുമ്പിൽ സഫലമാകില്ല എന്ന് ബാബ പറയാം. അനുഭവി കബി ദോക്ക നഹി കാ സക്തേ. അത് അനുഭവിയായിട്ടുള്ള കുട്ടികൾ ഒരിക്കലും വഞ്ചിക്കപ്പെടുകയില്ല. ഇസ്ലിയെ അനുഭവം കോ ബടാത്തെ ഹുയെ ഹർ ഗുണ കെ അനുഭവി മൂർത്ത് ബനോ. ബാബ പറയുന്നത് അതുകൊണ്ട് തന്നെ ബാബ പറയാ ഈ അനുഭവങ്ങളെ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. അനുഭവങ്ങളെ വർദ്ധിപ്പിച്ച് എല്ലാ ഗുണങ്ങളുടെയും അനുഭവി മൂർത്തിയായി മാറൂ. മനൻ ശക്തി ദ്വാര ശുദ്ധ സങ്കല്പോം കാ സ്റ്റോക്ക് ജമാ കരോ. അപ്പൊ ബാബ പറയുന്നത് മനന ശക്തിയിലൂടെ നിങ്ങൾ ശുദ്ധ സങ്കല്പങ്ങളുടെ സ്റ്റോക്ക് ശേഖരിക്കൂ എന്ന് ബാബ പറയാം. സ്ലോഗൻ ഫരിസ്ത വഹ് ഹേ जो देह के सूक्ष्म अभिमान के संबंध से भी न्यारा है. ബാബ പറയാണത് ഫരിസ്ത, അതായത് മാലാകമാര് എന്ന് പറയില്ലേ, മാലാകമാര് അവര് അതായത് ദേഹത്തിന്റെ സൂക്ഷ്മ അഭിമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ സംബന്ധത്തിൽ നിന്നും വേറിട്ടിരിക്കുക. അതായത് നമ്മൾക്ക് കുറേ ദുരഭിമാനങ്ങളൊക്കെ പുറമേക്ക് കാണപ്പെടുന്നതുണ്ട്, ചില അഹങ്കാരങ്ങളൊക്കെ. പക്ഷെ സൂക്ഷ്മത്തിലുള്ള അഹങ്കാരങ്ങളുണ്ട്, വളരെ സൂക്ഷ്മമായി നമുക്ക് അറിയില്ല. അതിൽ നിന്ന് പോലും വേറിട്ടിരിക്കുന്നവരെ തന്നെയാണ് ബാബ പറയുന്നത് ഫരിസ്ത, അതായത് മാലാകമാർ. ഇനി അവ്യക്ത ഇഷാര ബാബ പറയാണ് സത്യത ഓർ സഭ്യത രൂപി കൾച്ചർ കോ അപ്പനാവോ. അതായത് സത്യതയുടെയും സഭ്യതയുടെയും ആ ഒരു സംസ്കാരത്തെ സ്വായത്തമാക്കാനാണ് ഈ മാസത്തെ നമുക്ക് ബാബ തന്നിരിക്കുന്നത്. സമ്പൂർണ്ണ സത്യത ബി പവിത്രതാക്കെ ആധാർ പർ ഹോത്തി ഹെ. അപ്പൊ ബാബ പറയുന്നത് സമ്പൂർണ്ണ സത്യത എന്ന് പറയുന്നത് പവിത്രതയുടെ ആധാരത്തിലാണ്. പവിത്രത നഹീതോ സദാ സത്യത രഹ് നഹി സക്തി ഹെ. അപ്പൊ ബാബ പറയുന്നത് പവിത്രതയില്ലെങ്കിൽ സദാ നിങ്ങൾക്ക്
സത്യമായിട്ടിരിക്കാൻ സാധിക്കില്ല എന്ന് പറയാം ബാബ. സിർഫ് കാംവികാർ അപവിത്രത നഹി ഹെ ലേക്കിൻ ഉസ്സേ ഓർ ബി സാത്തി ഹെ. ബാബ പറയുന്നത് കേവലം കാമവികാരമാണ് അപവിത്രത, അങ്ങനെയില്ല, അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കൂടെയും ഉണ്ടെന്ന് പറയാം. അതാണ് ബാബ സൂക്ഷ്മരൂപത്തിലും പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ. അപ്പോൾ സൂക്ഷ്മരൂപത്തിലും നമുക്ക് നമ്മളെ ചെക്ക് ചെയ്യണം, കാരണം സൂക്ഷ്മരൂപത്തിലും അപവിത്രത വരും. तो महान पवित्र अर्थात अपवित्रता का नाम निशान ना हो. അപ്പോൾ ബാബ പറയുന്നത് മഹാൻ പവിത്രത എന്ന് പറയുന്നത് എപ്പോഴാണ്? അപവിത്രതയുടെ പേരോ അടയാളമോ തന്നെ ഉണ്ടായിരിക്കരുത്. അപ്പോഴാണ് മഹാൻ പവിത്ര എന്ന് പറയാം ബാബ. തബ് പരമാത്മാ പ്രത്യക്ഷതാക്കെ നിമിത്ത് ബൻ സക്കേങ്കെ. അതായത് നമ്മളുടെ എന്താണ്, അപവിത്രതയുടെ പേരോ അടയാളമോ തന്നെ ഒട്ടും ഉണ്ടായിരിക്കാത്ത ആ ഒരു അവസ്ഥ, അപ്പോഴാണ് പരമാത്മാവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് നിമിത്തമാകാൻ നമുക്ക് സാധിക്കൂ എന്ന് ബാബ പറയാം. ഓം ശാന്തി. मन का दर्पण दमकने लगेगा, आत्मचिंतन चमकने लगेगा। योग पथ पर जरा चल के देखो, सारा जीवन महकने लगेगा। सारी काया हो, सारी काया बनेगी निरोगी। मेरे प्यारो बनो राजयोगी, राजयोगी बनो राजयोगी।
कभी कम न होगी। मेरे प्यारो बनो राजयोगी, जिंदगी में परम शांति होगी। मेरे प्यारो बनो राजयोगी, राजयोगी बनो राजयोगी। ओम शांति, ओम शांति, ओम शांति, ओम शांति, 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 शांति। ഓം ശാന്തി.